ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ ഫലങ്ങളെക്കുറിച്ച് ചെറുതായൊക്കെ ഒന്ന് പറഞ്ഞു പോയി. പ്രത്യേകിച്ച് പാലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് പോയത് അല്ലെ. നമുക്ക് ചില നദികളെ കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സെഷനാണല്ലോ ഇപ്പോൾ. നമ്മൾ ഇന്നലെ പറയാത്തതായ ചില ഭാഗങ്ങൾ മാത്രം. സോദോം ഗോമോറ എന്നതായ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അല്ലെ. ഈ 18-ാമത്തെ അധ്യായത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതിന്റെ കൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവം അതിനെ നശിപ്പിച്ചു അല്ലെ. ദൈവം എങ്ങനെ നശിപ്പിച്ചെന്നുള്ള കാര്യം അവിടെ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നശിപ്പിച്ചത്? ഗന്ധകം തീയും ചൊരിഞ്ഞാണ് ദൈവം അതിനെ നശിപ്പിക്കുന്നത്. ഇനി ഈ പറയുന്നതായ ഡെഡ് സീല് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചിരുന്നു അല്ലെ. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഡെഡ് സീല് സൾഫറിന്റെ അംശം കൂടുതലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഉണ്ടാക്കും. ഇല്ല ദൈവം അത് ആകാശത്ത് നിന്ന് ഇറക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. സൾഫറാണ്. ശ്വാസമുട്ടി മരിച്ചു എന്നൊന്നും പറയുന്നില്ല. ഇല്ല, അതൊക്കെ അതിന്റെ അനന്തരഫലമായിട്ട് സംഭവിക്കുന്നു. ഗന്ധകം തീയും മാത്രം, അത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ആ സാധനം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലും വെള്ളത്തിനും നാശമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് ജീവജാലങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നത്. നമുക്കറിയാം, ഇതിനെ ചാവുകടൽ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ചാവുകടൽ എന്ന് വിളിക്കുന്നു, ഉപ്പുകടൽ എന്നും വിളിക്കുന്നു അല്ലെ. ചില സമയത്ത് അതിന് ഉപ്പുകടൽ എന്ന് വിളിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ അതിനെ ചാവുകടൽ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ സോദോമും ഗോമോറയും ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തില് നമ്മൾ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്: അദാമയും സെബോയീമും അല്ലെ. ഈ രണ്ട് കാര്യങ്ങള് സീദോന്റെ അതിർത്തിയായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ആദാമ എന്നുള്ള സ്ഥലം പറയുന്നു. അതൊക്കെ ഈ യോർദാന് തൊട്ടു മുകളിലുള്ള സ്ഥലങ്ങളാണ്. അതിനുശേഷം താഴെ വരുന്നതായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞായ ചാവുകടലിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൽ ഒരു കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞു ഞാൻ പോവുക. എൻഗതി എന്നുള്ളതായ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ചു സലോമോന്റെ ഉത്തമഗീതത്തില് ഈ എൻഗതി എന്നതായ സ്ഥലം പലപ്പോഴും പറയപ്പെടുന്നുണ്ട്. ഈ എൻഗതി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിയില്ല. അത് എവിടെയാ? ഈ കാണുന്ന ചാവുകടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് എൻഗതി എന്നതായ സ്ഥലം കൂടി. ഇത്രയും കാര്യം നമുക്ക് നമ്മൾ പഠിച്ചതായ ഈ സീ അല്ലെങ്കിൽ നദികളോടുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ടതായ നദികളാണ്. നമ്മൾ വേദമൊക്കെ പറഞ്ഞു. ഏറ്റവും ആദ്യം പറഞ്ഞത് ടൈഗ്രീസ്, യൂഫ്രട്ടസ്, പിന്നെ യോർദാൻ, നൈൽ അല്ലെ. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അതിന് കൂടെ നമ്മൾ കിരിയത്തിന്റെ കാര്യം പറഞ്ഞു, യാബോക്കിന്റെ കാര്യം പറഞ്ഞു അല്ലെ. കിരിയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഏലിയാവിനോടുള്ള ബന്ധത്തിലും, യാബോക്ക് യാക്കോബിനോടുള്ള ബന്ധത്തിന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ സ്ഥലങ്ങളാണ്. പക്ഷെ ഇതൊക്കെ വന്നു ചേരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വന്നു ചേരുന്നത് എവിടേക്കാണ്? ഈ പറഞ്ഞായ ഡെഡ് സീയിലേക്ക് വരുന്നു. പക്ഷെ അത് മെയിനായിട്ട് വന്ന് വീഴുന്നത് എവിടേക്കാണ്? യോർദാനിലേക്ക്. യോർദാനിൽ നിന്ന് നേരെ ചാവുകടലിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നമുക്ക് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സ്ഥലം, ലെബാനോനിന്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ സാധാരണ പാടാറുള്ള ഒരു പാട്ടാണ്. ഈ ലെബാനോൻ എന്താണ്? അവിടെ എന്താണ് ഉള്ളത്? ലെബാനോനില് ശരിക്കും പറഞ്ഞാൽ അവിടെ ലെബാനോൻ പണ്ടൊക്കെ സീദോന് തൊട്ട് മുകളിലായിട്ട് കിടന്ന സിറിയയുടെ ഭാഗമായിട്ടാണ് കിടന്നത് ലെബാനോൻ. എന്നാൽ ഈ ലെബാനോനില് വലിയ മലകളുണ്ട്. നല്ല ഉയർച്ചയുള്ള മലകളാണ് അവിടെ ഉള്ളത്. നമുക്ക് ഒരു വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഓക്കെ, ഇവിടെ
ലെബാനോനിലെ എന്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? ഹിമം. ഓക്കെ, ലെബാനോനിലെ ഹിമം ഏറ്റവും അധികം മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? ലെബാനോൻ. ഈ ലെബാനോൻ ചില കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് പറയാം. അതിനു മുൻപ് ഇതിന്റെ ശരാശരി അടി എത്ര ഉയരമാണ് നോക്കിക്കേ. 7000 അടി സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയർച്ച ഉള്ളതാണ്. ഓർക്കണം, തൊട്ടടുത്താണ് എന്ത് കിടക്കുന്നത്? സമുദ്രം കിടക്കുന്നത്. പക്ഷെ ആ സമുദ്രത്തിന്റെ അടുത്ത് നിന്ന് 7000 അടി ഉയർച്ചയിലാണ് ലെബാനോൻ പർവ്വതങ്ങൾ കിടക്കുന്നത്. അതില് ഏറ്റവും ഉയർച്ചയുള്ളതായ കൊടുമുടി 10200 അടി ഉയരത്തിലാണ്. നല്ല പൊക്കത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞായ ലെബാനോൻ. ഈ രണ്ട് മലകൾ, ശരിക്കും നമ്മുടെ യോർദാനിലുള്ളതായ മലകളെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഒന്ന് ലെബനൻ മലകളും തൊട്ടിപ്പുറമുള്ളത് അതിന് എതിർവശമായി നിൽക്കുന്നത് ആന്റി ലെബനൻ മലകളും എന്നാ പറയുന്നത്. അപ്പോൾ ലെബനൻ മലകളും ഉണ്ട്, ആന്റി ലെബനൻ മലകളും ഉണ്ട്. അപ്പോൾ ലെബനൻ മലകളിൽ നിന്ന് വരുന്നതായ ചില നീരുറവുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഹെർമോൺ, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഹെർമോണിന്റെ കാര്യം അല്ലെ. ഹെർമോൺ ഒക്കെ ഒരുമിച്ച് വരുന്ന വേറൊരു മലനിരവാരവും അവിടെയുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് ലെബാനോനിന്റെ. ലെബാനോൻ എന്നുള്ളത് ഈ കാണുന്നതായ നമ്മളിപ്പോ പറഞ്ഞതായ ഈ ലെബനനും ആന്റി ലെബനനും ഇത്ര ഓർത്താൽ മതി. ലെബനൻ എന്നുള്ളത് ഇപ്പുറത്തുള്ളത്, യോർദാന് ഇപ്പുറമുള്ളത്, യോർദാന് അപ്പുറമുള്ളത് മുഴുവനും ആന്റി ലെബനനും. ഇത്രയും കാര്യം ഓർത്താൽ മതി. അപ്പൊ എളുപ്പമുണ്ടാവും നമുക്ക് ഓർക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഒരു മിനിറ്റ്, ഈ സ്ഥലം നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിന് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ പച്ചപ്പ് അല്ലെ. ഇത് മുഴുവനും എന്തുവാ? മരുഭൂമിയല്ല, മലകളാ, ഉയർന്ന മലകളാണ് അത് മുഴുവനും. ഇനി ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർച്ചയുടെ നല്ല ഉയർച്ചയിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ട്? മഞ്ഞുണ്ട്. മഞ്ഞിന് കുറവില്ലാത്ത ഒരു സ്ഥലം കൂടെയാണ് ഇത്. ഇപ്പൊ മുന്നോട്ട് പോകാം. നേരത്തെ പറഞ്ഞു ശലോമോൻ എപ്പോഴും പാടുന്നതായ ഉത്തമ ഗീതത്തില് നോക്കിക്കേ, നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും, ഈ കാര്യം നോക്കണേ, തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും പിന്നെ ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. എന്താ ഇതിന്റെ പ്രത്യേകത? ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകൾക്കുള്ള പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞു, മഞ്ഞുള്ളത് കൊണ്ട് ഏത് വേനൽക്കും എന്തുണ്ട്? വെള്ളമുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏത് വേനൽക്കും ഇതില് വെള്ളം കാണും. ഓക്കെ, ഇനി മുന്നോട്ട് പോട്ടെ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ലെബാനോന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ദേവദാരു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഹീരാമിന്റെ അടുത്ത് നിന്ന് ലെബാനിൽ, അതായത് ഈ ദേവദാരുക്കൾ എന്ത് ചെയ്തു? ശലോമോൻ മേടിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ദേവാലയം പണിയുക അല്ലെ. അപ്പൊ ആ കാര്യത്തിനും ഇവിടെ നിന്ന് ഈ കാണുന്നതായ ബെയ്റൂട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവരുടെ പോർട്ടായിട്ടുള്ളത്. ആ പോർട്ടിൽ നിന്ന് ഈ താഴെ അവർക്ക് യോപ്പയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അത്രയും കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നതാണ് ഹീരാം എന്ന് പറഞ്ഞ വ്യക്തി. ഓക്കെ, അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒന്ന് ചിന്തിക്കുകയുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കിങ് ഓഫ് ടയർ. അന്ന് ഈ ടയറിന്റെയും സീതവും ഒക്കെ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇത് മുഴുവനും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ആന്റി ലെബാനൻ മൗണ്ടൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഈ ഭാഗത്തുള്ള മലകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പറയുള്ള ഭാഗത്തെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു യോർദാനെ സംബന്ധിച്ചോളം യോർദാന്റെ ആരംഭം എവിടെയാന്ന് പറഞ്ഞു? യോർദാന്റെ ആരംഭം എവിടെയാ? അല്ല, അതിന്റെ മേളിൽ മൗണ്ടൻ. ആ മൗണ്ടന്റെ പേര് ബാനിയ എന്നുള്ളത് ഒരു റിവറാണ്. ആ റിവർ നേരെ താഴത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ അത് ഒരു നദിയാണ്. ആ നദിയുടെ നേരെ താഴത്തേക്ക് വരുന്നു. എന്നിട്ടൊരു അല്ല ഹെർമോൺ നദി, സോറി ഹെർമോൺ പർവ്വതം. ഈ ഹെർമോൺ പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ, 133 സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു. അതിന് രണ്ടാം മഞ്ഞ് പോലെ. അപ്പോൾ അവിടെയും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. ഇനി ഞാൻ ഒരു കാര്യം കൂടി വളരെ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് മുമ്പോട്ട് പോകാം. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം.
മൂന്നാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യോശുവ 3:15. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കവിഞ്ഞൊഴുകും. ഒരു സംശയം ഇതാണ്, സാധാരണഗതിയിൽ കൊയ്ത്തുകാലത്ത് എന്താ സംഭവിക്കുക? ഉണക്കായിരിക്കും അല്ലെ? പക്ഷെ ഇവിടെ പറഞ്ഞത് കൊയ്ത്തുകാലത്ത് യോർദാൻ എന്ത് ചെയ്യും? കവിഞ്ഞൊഴുകും. അപ്പൊ ചോദ്യം ഇതാ, എങ്ങനെയാണ് യോർദാൻ കവിഞ്ഞൊഴുകുന്നത്? മഞ്ഞുരുകിയാണ് ശരിക്കും അതിലെ വെള്ളം വരുന്നത്. ഞാൻ പറഞ്ഞ ആശയം എന്താണെന്നറിയാമോ? പലപ്പോഴും ഇത് കാണുമ്പോൾ ഈ കാണുന്നതായ കാര്യം എങ്ങനെ ശരിയാകുക അല്ലെ? നല്ല വേനൽ ഉണ്ടാകേണ്ട സമയത്ത് അവിടെ വെള്ളം നിറഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ശരിയാകുന്ന കാര്യമല്ലല്ലോ. സാധാരണഗതിയിൽ വെള്ളം വറ്റിപ്പോകുകയല്ല ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ കവര കവിഞ്ഞൊഴുകുന്നു എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ഹെർമോണിൽ നിന്നുള്ള മഞ്ഞാണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കേട്ടെ. മുമ്പോട്ട് പോകാം. ഹെർമോൺ, ഇതാണ് ഹെർമോൺ പർവ്വതം. ഈ പർവ്വതത്തിൽ നിന്നാണ് ഒഴുകി വരുന്ന വെള്ളമാണ്, ഇവിടെ കാണുന്നതായ ഈ വെള്ളമാണ് അവസാനമായിട്ട് എന്തായിട്ട് തീരുന്നത്? യോർദാൻ നദിയായിട്ട് മാറുന്നത്. മുമ്പോട്ട് പോവാം. ഇനിയും ഹെർമോനാണ് ഈ ഭാഗത്തുള്ളതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതായ ഒരു മല. ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ടപ്പുറേ ലെബാനോനിലുള്ളതായ മലനിരകളൊക്കെയും നല്ല ഉയർച്ചയുള്ളതാണ്. അതേപോലെ തന്നെ ഉയർച്ചയുള്ളതാണ് ഹെർമോനും. അപ്പൊ പെട്ടെന്ന് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ഏതായിരിക്കും? ഈ പറയുന്നതായ ഹെർമോൺ ആയിരിക്കും. ഈ ഹെർമോന് വേറൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്, സിയോൻ. ഇനി ഈ സിയോൻ തമ്മിൽ വ്യത്യാസമുണ്ട്. SION-ഉം ZION-ഉം വ്യത്യാസമുണ്ട്. SION എന്നുള്ളത് ഈ ഹെർമോൺ മലനിരകളെ കുറിച്ച് പറയുന്നതാണ്. മറ്റേ സിയോൻ യെരുശലേമിനടുത്തുള്ള സിയോൻ. അപ്പൊ 2 സിയോൻ ഉണ്ട്. സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട്. ഒന്ന് S ആണ്, മറ്റൊന്ന് Z ആണ് അല്ലെ, അല്ലെങ്കിൽ Z ആണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം, ഒന്ന് ഈ പറഞ്ഞ ഹെർമോനെ കുറിച്ച് പറയാനും മറ്റത് താഴെയുള്ള യെരുശലേമിനടുത്തുള്ള സിയോനെ കുറിച്ച് പറയാം. താഴത്തെ യെരുശലേം. ഇത് നമ്മുടെ ഹെർമോനെ കുറിച്ച് പറയുന്നതാണ്. ഹെർമോൻ, അതെ അതെ. അവിടെ നോക്കിക്കേ, ഹെർമോൻ എന്ന സിയോൻ പർവ്വതം. അപ്പൊ ഈ സിയോൻ എന്നുള്ളത് ഈ ഹെർമോൻ പർവ്വതത്തെ കുറിച്ച് പറയുന്നത്. അതിന് കൊടുത്തിരിക്കുന്നത് വേറൊരു പേരാണ്. മറ്റേ സിയോൻ നമ്മൾ താഴത്തേക്ക് വരും. മൗണ്ട് സിയോൻ എന്നുള്ളത് യെരുശലേമിന് ചുറ്റുമുള്ള അടുത്തുള്ള ഒരു സിയോൻ. ഇത് രണ്ടും വ്യത്യാസമുള്ളതായ കാര്യങ്ങളാണ്. ഇനി നമ്മളിപ്പോ 2 മലകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ലെബാനനിലുള്ളതായ നിരകള്, മറ്റൊന്ന് എന്താണ്? ഹെർമോൻ മലകളാണ് അല്ലെ. ഇനി നമ്മൾ അടുത്തതിനെ കുറിച്ച് പറയാം. നെബോ പർവ്വതം എവിടെയായിരിക്കണം? ഫസ്റ്റ് ലെബനൻ. 2 ഹെർമോൻ, 3 നെബോ. ഇനി നമ്മൾ അടുത്ത് വരുന്നത് നെബോ ആണ്. ഈ നെബോ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇന്നലെ ഈ നെബോ പർവ്വതം എന്ന് പറഞ്ഞങ്ങ് പോയി. മോശ അവിടെ വെച്ചാണ് എന്ത് ചെയ്തത്? കനാൻ ദേശം മുഴുവനും കാണാനായിട്ട് പോകുന്നത്. അവിടെ ഒരു കൊടുമുടിയെ കുറിച്ച് പറയുന്നുണ്ട്, പിസ്ക എന്നതായ ഒരു കൊടുമുടി അല്ലെ. നെബോ പർവ്വതങ്ങളുടെ ഇടയിൽ പിസ്ക എന്ന കൊടുമുടിയിൽ ചെന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കാനായിട്ട് പോകുന്നത്. അവിടെ വെച്ചാണ് ഈ സ്ഥലം മുഴുവനും കാണാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന സ്ഥലം, അതായത് ചാവുകടലിന് കുറച്ചപ്പുറയായിട്ടുള്ള ഈ സ്ഥലത്തെയാണ് യഥാർത്ഥത്തിൽ മോവാബ്യ സമഭൂമി എന്ന് വിളിക്കുന്നത്. ആ സ്ഥലത്തുള്ള ഒരു മലയാണ് ഏത്? മൗണ്ട് നെബോ. ഇവിടെ ഈ കാണുന്ന പച്ചയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്ഥലം, മഞ്ഞ കളറിൽ കിടക്കുന്ന ഈ സ്ഥലമാണ് എന്ത്?
മലകൾ നിറഞ്ഞതായ അല്ലെങ്കിൽ കുന്നുകൾ നിറഞ്ഞതായ സ്ഥലം. ആ സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മോശ ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്തത് മൗണ്ട് നെബോ. ഈ കാണുന്നതാണ് നെബോ. ഞാൻ ആ സ്ഥലം ഒന്നും കൂടി ഒന്ന് വലിപ്പം കൂട്ടി കാണിച്ചതായത്. ഈ കാണുന്നതായ നെബോ ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതാണ് ഈ സ്ഥലമാണ് പിസ്ക കൊടുമുടി. അതിന് തൊട്ടടുത്ത് തന്നെ നെബോ പർവ്വതം. അപ്പൊ ഈ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നാണ് മോശ എന്ത് ചെയ്യുന്നത്? കനാൻ ദേശം കാണുന്നത്, നോക്കിക്കാണുന്നത്. മോശയോട് പറഞ്ഞു, നിനക്ക് കനാൻ ദേശത്തേക്ക് പോകാനുള്ള യോഗ്യതയില്ല, നിനക്ക് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാം? നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടോ, അല്ലെ? ആ കാഴ്ച മാത്രമാണ് മോശയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. മുന്നോട്ട് പോട്ടെ. ഇത് നോക്കിക്കേ, നമുക്കറിയാം ഈ കാണുന്നത് ചാവുകടല. ഇത് കാണാമോ? ചാവുകടൽ. ഈ ചാവുകടലിൽ നിന്ന് വെറും 12 മൈലുകൾ മാത്രം ദൂരമേ ഇതിനുള്ളൂ. കണ്ടോ? ഈ സ്ഥലത്ത് നിന്ന് 12 മൈൽ മാത്രം ദൂരമേ ഉള്ളൂ ഈ നെബോയിലേക്ക്. അതെ. ഇനി മോവാബ് ദേശത്തെ ഈ മലയിൽ നിന്നാണ് മോശ കനാൻ ദേശം കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 32-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബീരീം പർവ്വതത്തിൽ നെബോ മലകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. അപ്പൊ മോശ അവസാനമായിട്ട് ഈ സ്ഥലത്തെ മുഴുവനും കാണുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൗത്ത് അതായത് മൗത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഈ ഭാഗത്തെ കുറിച്ചാണ്. ഇതിന്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതിലേക്ക് 12 മൈലുകൾ ദൂരമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ നെബോയുടെ ഹൈറ്റ് ഒന്ന് നോക്കിക്കേ. 11,933 അടി, അതായത് 3637 മീറ്റർ ഉയരമുണ്ട് നെബോ പർവ്വതത്തിന്. നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ലെബാനോൻ ഭാഗത്തും യോർദാന്റെ ഭാഗത്തും മുഴുവനും മലകളാണ്, അല്ലെ? ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്രയും മലകളുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് മോശയ്ക്ക് ഇത്രയും സ്ഥലവും കാണാനായിട്ട് പറ്റിയത്? അതിന്റെ കാരണം ഇതിന്റെ ഉയർച്ചയാണ്. ഇത് അതിനേക്കാളും ഉയർന്നതായതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ ഇതൊക്കെ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, മോശ ആ പർവ്വതത്തിൽ നിന്ന് കണ്ടു. പർവ്വതത്തിൽ നിന്ന് കണ്ടു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലവും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്, എല്ലാം കാണാൻ പറ്റി. അങ്ങനെയാണോ? അങ്ങനെയല്ല. അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ആ സ്ഥലത്തുള്ള പച്ചപ്പ് മുഴുവനും കാണാനായിട്ട് കഴിഞ്ഞു. ഇവരൊക്കെ പോയി പറഞ്ഞു, അല്ലെ? പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ പാലും തേനും ഒഴുകുന്നതാണോ? അല്ല. അത് സമൃദ്ധിയെക്കുറിച്ച്, അതെ, ഫലപുഷ്ടമായ ഒരു ദേശമാണ്, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, മുമ്പോട്ട് പോവാം. നേരത്തെ പറഞ്ഞായിരുന്നു നെബോ പർവ്വതത്തിൽ പിസ്കാമുകളിൽ. ഞാൻ പറഞ്ഞു നെബോ പർവ്വതങ്ങളിൽ ഒരു നിരയാണ് പിസ്ക. ആ പിസ്കയുടെ കൊടുമുടിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഈ സ്ഥലം മുഴുവനും. ഇവിടെ നോക്കിക്കേ, ദാൻ വരെ, യഹോവ ദാൻ വരെ, ഗിലയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനേശയുടെ ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ യെരിഹോവിന്റെ താഴ്വീതി മുതൽ സോവർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. ഓർക്കുന്നുണ്ടോ നമ്മൾ ഇന്നലെ കണ്ടതായ ആ മാപ്പ്? അതായത് 12 ഗോത്രങ്ങൾക്ക് കൊടുത്തതായ ആ സ്ഥലങ്ങളുടെ ഒരു മാപ്പ് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മിക്കതും എന്ത് ചെയ്തിട്ടുണ്ട്? മോശ കണ്ടു, അല്ലെ? മിക്ക സ്ഥലവും മോശ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, നെബോയുടെ ഉയരം കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു.
എല്ലാ താഴ്വരയും കണ്ടു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ മലമുകളും അങ്ങനെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തത് കർമ്മേൽ. കർമ്മേൽ പർവ്വതം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കർമ്മേൽ പർവ്വതത്തിന്? ഏലിയാവിനോടുള്ള ബന്ധത്തിൽ വളരെയധികം അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ബാൽ വിഗ്രഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോ അത് ദൈവം ഇടപെടുന്നതായ കാര്യം അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ കർമ്മേൽ മല പൂക്കളും കുറ്റിച്ചെടികളും സുഗന്ധ സസ്യങ്ങളിലും നിബിധമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കർമ്മേൽ. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ? ഇവിടെ ബാൽ വിഗ്രഹത്തിന് ഒരു സ്ഥലം സ്ഥാപിക്കാൻ ഇടയായതിന്റെ ഒരു കാരണം ഇതിന്റെ ഉയർച്ചയും അതേപോലെ തന്നെ ഇതിന്റെ പച്ചപ്പുമാണ്. അതുകൊണ്ടാണ്, കാരണം ബാൽ വിഗ്രഹം പറയാൻ പോകുന്നത് എന്താണ്? ബാൽ വിഗ്രഹത്തെ അവർ സ്ഥാപിക്കുന്നതിന്റെ കാരണം ബാൽ സമൃദ്ധിയുടെ ദേവന ആയതുകൊണ്ട് ബാലിന് പറ്റിയ ഒരു സ്ഥലത്ത് മാത്രം അവർ എന്ത് ചെയ്യുള്ളൂ? ഒരു യാഗപീഠം നിർമ്മിക്കത്തുള്ളൂ. അങ്ങനെ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് കർമ്മേൽ പർവ്വതം അവര് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഇത് കുറെ താഴെയുള്ള ആൾക്കാർ പോലും, അതായത് ശമരിയിലുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്യും? ഇവിടെ വന്ന് ബാലിനെ നമസ്കരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിന്റെ കാരണം ഇതിന്റെ പച്ചപ്പാണ്. കാരണം സമൃദ്ധിയുടെ ദൈവം ആയതുകൊണ്ട് സമൃദ്ധി നൽകുന്ന ബാലിന് ഏറ്റവും പറ്റിയ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം? യാഗപീഠം പണിയണം. അതാണ് ഇവര് ചെയ്യുന്നത്. ഇനി ഇതിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഒരു കാര്യം കാണാമോ? ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ജസ്രീൽ വാലി എന്തിനേലും പ്രത്യേകത ഉണ്ടോ? ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. ഹോശേയ പ്രവചനം 1-ാം അധ്യായം, ഹോശേയാവ് 1-ന്റെ 4-ാമത്തെ വാക്യം. 4 ഓക്കെ, അവിടെ പറഞ്ഞ ജസ്രീൽ അല്ലെങ്കിൽ യസ്രീൽ എന്നതായ സ്ഥലം, ആ സ്ഥലം ഏതാ? ഈ കാണുന്നതായ സ്ഥലമാണ്. ഇതൊരു താഴ്വരയാണ്. ഇവിടെ കർമ്മേലുണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തുള്ളതായ മലകളുടെ, അതായത് ഹെർമോൻ മല നിരകളുടെ താഴെ വരുന്നതായ സ്ഥലമാണ് ഈ കാണുന്നതായ യസ്രീൽ താഴ്വര. ഈ താഴ്വരയാണ് ഇസ്രായേലിന്റെ മിക്ക യുദ്ധങ്ങളും നടന്നിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മെഗിദോ കർമ്മേലിന്റെ താഴെയായിട്ട്, അതിന്റെ താഴെയായിട്ടുള്ള ഏറ്റവും അടിയിലുള്ള സ്ഥലം ആണ് ജസ്രീൽ താഴ്വര. ഇവിടെ വെച്ചാണ് നമുക്കൊക്കെ അറിയാവുന്ന ഭാവി കാലത്ത് നടക്കേണ്ടതായ അർമഗദോൺ എന്ന യുദ്ധവും നടക്കേണ്ടത്. അതെ, മെഗിദോ എന്ന് പറയുന്ന സ്ഥലമാണ് അവരുടെ യുദ്ധഭൂമി. അത് ഈ കാണുന്നതായ യസ്രീൽ താഴ്വരയിൽ തന്നെയുള്ള സ്ഥലമാണ്. മനസ്സിലാവും? ഈ വാലിയിൽ തന്നെയായിരുന്നു മെഗിദോ, അർമെഗിദോ. വെളിപ്പാട് പുസ്തകം അല്ല, തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല. വെളിപ്പാട് പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വാക്യം. 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. അല്ല, വെളിപ്പാട് 16-ന്റെ 16. വെളിപ്പാട് 16-ന്റെ 16 വായിച്ചോ. ഹർമഗദോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഗിദോ
മെഗിദോ ആയിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഈ അർമഗദോൺ എന്ന് പറയുന്നത് ഈ മെഗിദോ താഴ്വരയാണ്. മെഗിദോ എന്നുള്ളത് ഈ കാണുന്നതായ ജസ്രീൽ വാലിയാണ്. ഇവിടെ വെച്ചാണ് യോശിയാവ് നമുക്ക് ഒരു വാക്യം കൂടി പെട്ടെന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 34 അധ്യായം അതിന്റെ 22 വാക്യം. 2 ദിനവൃത്താന്തം 35 അധ്യായം 22 വാക്യം. മെഗിദോ താഴ്വരയിൽ എവിടെയാ പോയെ? മെഗിദോ താഴ്വര. ഈ താഴ്വര ഏതാ? ഈ കാണുന്നതായ സ്ഥലം തന്നെയാണ്. ഈ താഴ്വരയിലാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞത് മിക്ക യുദ്ധങ്ങളും നടന്നത്. ഇസ്രായേലിന്റെ മിക്ക യുദ്ധങ്ങളും നടന്നത് ഇവിടെയാണ്. ഇനിയും സിറിയുമായിട്ടുള്ളതായ യാത്രയില് മിസ്രൈമ്യരും യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന സ്ഥലം ഈ കാണുന്നതായ മെഗിദോയിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒക്കെ യുദ്ധഭൂമിയാണ് ഈ പറഞ്ഞായ മെഗിദോ എന്നതായ സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് അർമഗദോൺ യുദ്ധവും അവിടെ തന്നെ നടക്കും എന്ന് പറയാൻ കാരണം. ഓക്കെ, മുന്നോട്ട് പോവുക. നമുക്കറിയാം ഉത്തമഗീതം 7 അധ്യായം 6 വാക്യത്തിൽ കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു, നിന്റെ ശിരസ് കർമ്മേൽ പോലെയും. എന്താ ഈ ശിരസിനെ അങ്ങനെ പറയാൻ കാരണം? കർമ്മേലിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. അല്ലെ, ഇത് ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഇതിന്റെ അർത്ഥം എന്താ? എന്തായിരിക്കും പറയുന്നത്? നമുക്കിത് ഈ 2 വാക്കുകൾ ഒരുമിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കാര്യം കിട്ടും. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. അതിനർത്ഥം ഭംഗിയാണ്. അതിനു കൂടെ തന്നെ ചുമ്മാ ഭംഗിയാണെന്ന് മാത്രമല്ല, എന്റെ തല പോലെയൊന്നും അല്ല അല്ലെ, നല്ല കട്ടിയുള്ള മുടിയുള്ള അല്ലെ, നല്ല കട്ടിയുള്ള മുടിയുള്ള ഒരാളെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ പറഞ്ഞായ വാക്യം. അവിടെ പറയുന്നത് അത്ര ഫലഭുഷ്ടമായ ഒരു സ്ഥലമായിട്ടാണ് ഈ താഴ്വരയല്ല, ഈ മലമുകള്. അതുകൊണ്ടാണ് അതിനെ അത്ര ഭംഗിയോടുകൂടെ വർണ്ണിക്കാനായിട്ട് ഇടയാകുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട് പോകാം. ഉത്തമഗീതം 7 വാക്യം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, മുന്നോട്ട് പോവാം. ഒന്ന് ശ്രദ്ധിക്കാമോ? ഇവിടെ അത്യാവശ്യം മലകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മലകളെ കൂടാതെ ചില മലകളും കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മലയെക്കുറിച്ച്, അതായത് ഇപ്പറയുള്ളത് ലെബാനോനിലുള്ള പർവ്വതങ്ങളാണ്, ഇപ്പറയുള്ളത് ആന്റി ലെബനൻ എന്നതായ പർവ്വതങ്ങളാണ്. ഈ ലെബനൻ പർവ്വതങ്ങൾക്ക് നേരെ ഇപ്പുറ കിടക്കുന്നതാണ് ഹെർമോൻ പർവ്വതം മുതൽ ഉള്ളതായ പർവ്വതങ്ങൾ. അതിന് താഴേക്ക് വരുമ്പോൾ ഇത് കാണാമോ? മൗണ്ട് ടാബോർ, മൗണ്ട് മോറിയ. ഇത് മോറിയ മലയല്ല, മോറിയ മല താഴെയാണ്. ഇനി മൗണ്ട് ഗിൽബോവ, മൗണ്ട് കർമേൽ. ഞാൻ പറഞ്ഞൊരു ആശയം, ഈ കാണുന്ന കർമേലും ഗിൽബോയും മോറയും ടാബോറും ഒക്കെ കൂടി വന്നിട്ട് അവസാനിക്കുന്ന സ്ഥലമാണ് ഇവിടെ ജസ്രീൽ വാലി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും മലകളുടെ ഇടയിൽ ഇതെല്ലാം വന്ന് ചെരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഗിദോ അല്ലെങ്കിൽ എസ്രീൽ താഴ്വര എന്നുള്ളത്. ഇനി ഇവിടെ താഴെ കാണുന്നതായ എബ്ബാലും ജെരിസീമും, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട മലകളാണ്. എന്തിനോടുള്ള ബന്ധത്തില്? മോശയോടുള്ള ബന്ധത്തില്, മോശ പറഞ്ഞതായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മോശ പറഞ്ഞു, നിങ്ങൾ ചെന്ന്, മോശയോട് ദൈവം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കനാൻ ദേശത്തിലേക്ക് കടന്നതിന് ശേഷം 2 മലകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം പെട്ടെന്ന്. ആവർത്തന പുസ്തകം 27 അധ്യായം അതിന് 12-13 വാക്യം കൂടി. ആവർത്തനം 27 12-13. ജനത്തെ അനുഗ്രഹിക്കാൻ എന്ത് ചെയ്യണം? ഗെരിസിം പർവ്വതത്തിൽ നിൽക്കേണ്ടവർ ശിമയോൻ
ശപിപ്പാനായിട്ട് നിൽക്കേണ്ടവർ എബാൽ പർവ്വതത്തിൽ നഫ്താലി. അപ്പൊ എല്ലാവർക്കും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഇവരെ തിരിച്ചേക്കുകയാണ്. ഒരു കൂട്ടർ എന്ത് ചെയ്യണം? എബാലിൽ കയറണം. മറ്റോ കൂട്ടർ എന്ത് ചെയ്യണം? ഗെരിസീമിൽ കയറണം. ഗെരിസീമിൽ കയറുന്നത് എന്തിനാ? ഗെരിസീമിൽ കയറുന്നവർ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം, അല്ലെ? എബാലിൽ കയറുന്നവരോ അവർ ശപിക്കണം. ഇനി അതിന്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം. ഇവരങ്ങനെ തന്നെ ചെയ്തോ എന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടേ? യോശുവയുടെ പുസ്തകം അതാ അതിനു മുമ്പാ. ഓക്കെ, അതിന് എട്ടാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. യോശുവ 8:33. ആ ഗെരിസീമിലും എബാൽ പർവ്വതത്തിലും നിന്നു. അപ്പോൾ മോശ എന്തു പറഞ്ഞുവോ അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തിനു വേണ്ടിയുള്ള രണ്ട് മലകളാണ്? എബാലും ഗെരിസീമും. പിന്നീട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എന്തതിന്റെ പ്രത്യേകത. എബാൽ എന്നോ ഗെരിസീം എന്നോ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ മലകളെ ദൈവം ഉപയോഗിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ അവിടെ പറയുന്ന ആശയം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കാനായിട്ട് ഇടയാകട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചൊന്ന് വരാം. ഇനി അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ ആയ കാര്യം ഒലീവ് മല. ഇനി ഇതിന്റെയും താഴെയാണ് സിയോൻ പർവ്വതം വരാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതായ ഒലിവ് മലയ്ക്കും താഴെയാണ് സിയോൻ മല വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി മുമ്പോട്ട് പോവാം. ഇവിടെ നിന്നാണ് കർത്താവ് എന്ത് ചെയ്തത്? സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് തിരിച്ചു വരേണ്ടത് ഇവിടെ തന്നെയാണ്. എന്നാൽ അവരുടെ യുദ്ധം നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായ ഈ സ്ഥലത്ത് വെച്ച്. കേട്ടില്ല? അത് നല്ല ഒരു സമഭൂമിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം യുദ്ധത്തിന് കൂടാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് രണ്ട് ഭാഗത്ത് നിന്നാലും യുദ്ധം ചെയ്യാനായിട്ട് പറ്റും. വേറെ ഈ താഴെയുള്ള ഏത് സ്ഥലത്തും അങ്ങനെ ഒരു സാധ്യതയില്ല. അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ സാധ്യതയുള്ള ഒറ്റ സ്ഥലം ഇവിടെയാണ്. ഇത് പല യുദ്ധങ്ങളുണ്ടാകും. അവിടെ മാത്രമല്ല യുദ്ധം ഉണ്ടാവുക, പല യുദ്ധങ്ങളുണ്ടാവും. എന്നാൽ അവസാനമായിട്ട് അവർ ഇസ്രായേലിനെയും പിടിക്കാനായിട്ട് ശ്രമിക്കും. അതിനുവേണ്ടി അവരവിടെ വരും. അല്ലാതെ അവിടെ മാത്രമല്ല എല്ലാവരും കൂടാൻ പോകുന്നത്. ഇവരിതിനു മുൻപ് ശരിക്കും എസെക്കിയേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ മനസ്സിലാവും പല യുദ്ധങ്ങൾ നടക്കും. അതിന്റെ ഒന്നായിട്ട്, അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഈ പറഞ്ഞായ മെഗിദോയിൽ നടക്കാൻ പോകുന്ന യുദ്ധം. നമുക്ക് പ്രാധാന്യമില്ല, അവിടെ യഹൂദന്മാർക്കാണ് പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നമ്മൾ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം, അത്രയും മാത്രം. കർത്താവിന്റെ കൂടെ നമ്മളും ഉണ്ടാകും ആ യുദ്ധം കാണാനായിട്ടെങ്കിലും, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് മെയിനായിട്ട്. കേട്ടില്ല? റെഡ് സീയുടെ ഭാഗം അല്ല, അത് റഷ്യയുണ്ട്. ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഇവരൊക്കെ മുകളിൽ കിടക്കുന്നവരാ, മുകളിലൊക്കെ ഉള്ളവരാ ഇവര്. അവരൊക്കെ വരും, അവരൊക്കെ വന്നേ പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ലല്ലോ. ഓക്കെ, മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു കർമ്മേൽ പർവ്വതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. ഏത് പ്രവാചകന്മാരെ? ബാലിന്റെ പ്രവാചകന്മാരെ. ഓക്കെ, എന്നിട്ട് അടുത്ത ഭാഗം 18-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. തന്റെ ബാല്യക്കാരോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നൊരു കാര്യം, കർമ്മേൽ പർവ്വതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്റെ കൂടെ നിങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക.
കർമ്മേൽ പർവ്വതം എവിടെയാ? എങ്ങേയറ്റം. ഓക്കെ, ഏറ്റവും മുകളില്. ഇവിടെ മാത്രം ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ? അല്ലേ, ഇവിടെ മാത്രം പൊങ്ങി നിൽക്കുന്ന അല്ലെ, നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യം എന്ത് ചെയ്യുന്നത്? അതായത് ഞാൻ പറയാതെ മഴ പെയ്യില്ല എന്ന് ഏലിയാവ് പറഞ്ഞില്ലേ? എന്നിട്ട് പറഞ്ഞു, നീ കടലിന് നേരെ പോയി നോക്കാൻ പറഞ്ഞു. കടലിന് നേരെ നോക്കുക, ഇനി മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ പോയി കടലിന് നേരെ നോക്കാനായിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? കാരണം സംഭവിച്ചത് മുഴുവനും എവിടെയാ? കർമ്മേലിലാണ് സംഭവിച്ചത്, അല്ലെ? കർമ്മേലിന് അടുത്ത് തന്നെയാണ് പോയി നോക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട്, ഈ കർമ്മേലിന്റെ കാര്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ദൈവം വിടാൻ പോകുന്നത് എവിടെയാണ്? ഇവിടേക്കാണ്, അല്ലെ? കുറെ കാലം കർമ്മേലിന് മുമ്പ് ആഹാബിനോട് സംസാരിച്ചതിന് ശേഷം ഇവിടെ വരുന്നു. അതിനുശേഷം സാരാഫാത്തിലേക്ക് പോകുന്നു. സാരാഫാത്തിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ പറഞ്ഞായ കർമ്മേലിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോവുക. അടുത്തത് ഹോരേബ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആരോ പറഞ്ഞായിരുന്നല്ലേ, മോശയോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ടതായ പർവ്വതം ഏതാണ്? ഹോരേബ്, അല്ലെ? ഹോരേബ് പർവ്വതത്തിലാണ് ദൈവം ഇടപെട്ടത്. നമുക്കൊരു ചില വാക്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. അപ്പൊ ഇത് അഹരോനോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞായ കാര്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ പർവ്വതം. ഏതാ ഈ ദൈവത്തിന്റെ പർവ്വതം? ഹോരേ പർവ്വതം. ഓക്കെ, ഇനിയും അതിന്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരാമോ? 19-ാമത്തെ അധ്യായം, പുറപ്പാട് തന്നെ 19-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഒരു പർവ്വതത്തെ കുറിച്ച് വായിക്കുന്നു. ഏത് പർവ്വതമാണ്? സീനായ് പർവ്വതം. അപ്പൊ ഈ സീനായ് പർവ്വതവും ഹോരേബും ഒന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. SINAI സൈനായ്. നമ്മൾ ഈ ഏലിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ ഏലിയാവ് ഓടിപ്പോയ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? ഏലിയാവ് എന്ത് ചെയ്തു? തന്റെ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു കാര്യം 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഓടിപ്പോകാൻ പോകുന്ന എവിടേക്കാണെന്നറിയാമോ? ഈ കാണുന്നതായ ബേർഷേബയിൽ ചെന്നു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ഏറ്റവും താഴേക്കാണ് അദ്ദേഹം ഓടി എത്താനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചതാണ്. മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അപ്പൊ ഇതൊക്കെ അതേ കാര്യങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞത്. ഇനിയും അടുത്തത് അരാരത്ത് പർവ്വതം, നോഹയുടെ പെട്ടകം നിന്നതായ സ്ഥലം. ഈ സ്ഥലം ശരിക്കും അർമേനിയയുടെ ഭാഗമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോ നോഹയുടെ പെട്ടകം ശരിക്കും ചെന്നെത്തിയത് എവിടെയാണ്? ഈ അരാരത്ത് പർവ്വതത്തിലാണ്. ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് ഇത്രയും പറയുന്നത്. നമുക്കറിയാം ടൈഗ്രീസും യൂഫ്രട്ടീസും ഒഴുകുന്നത് ഇവിടേക്കാണ്, അല്ലെ? ടൈഗ്രീസും യൂഫ്രട്ടീസും ഇവിടെയാണ് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ
നോഹയുടെ കാലത്ത് ആൾക്കാർ ജീവിച്ചത് എവിടെയായിരിക്കണം? നോഹയുടെ കാലത്ത് ആൾക്കാർ ജീവിച്ചത് എവിടെയായിരിക്കണം? ഇതിന്റെ ചുറ്റുപാടും തന്നെയായിരിക്കും അല്ലെ? എന്താ കാരണം? ഈ ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും അവര് ജീവിച്ചത്. ഒന്നുകിൽ അവിടെ ആകാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഭാഗത്തായിരിക്കും. എന്താ കാരണം എന്നറിയാമോ? അവിടെ ആയിരുന്നില്ല ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടേക്കാ പൊങ്ങിയത്? അരാരത്ത് പർവ്വതത്തിന്റെ മുകളിലേക്കാണ് വെള്ളം പൊങ്ങിയത്. അതിന്റെ പൊക്കത്തിലാണ് വെള്ളം പൊങ്ങിയിട്ട് എന്ത് ചെയ്തത്? പെട്ടകം ഉറച്ചത് അവിടെയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കിക്കേ. 16,945 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പർവ്വതങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ ഇതിനേക്കാളും ഉയരം കൂടിയ പർവ്വതം അവിടെ ഇല്ല. അപ്പൊ ഞാൻ ഇനി വേറൊരു കാര്യം പറയാൻ പോവാ. സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഈ പറഞ്ഞായ ജലപ്രളയം അത് എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല, അത് അവിടെ മാത്രം ഉണ്ടായിരുന്നതാണ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, ഇത്രയും ഉയരത്തിൽ, അതായത് ഇനി ഒരു കാര്യം കൂടി, അരാരത്ത് പർവ്വതങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, പർവ്വതം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പല പർവ്വതങ്ങളുണ്ട്, അതിലൊന്നാണ്. എന്നാൽ അതിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? 16,945 അടി ഉയരം ഉണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാ മലകളിൽ നിന്നും ഉയരത്തിൽ നിൽക്കുന്ന മലയാണ് അരാരത്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ബാക്കിയുള്ള എല്ലാ മലകളും മുങ്ങിപ്പോകും. ഉറപ്പാണല്ലോ? ഓക്കെ, അത് മുമ്പോട്ട് പോവാം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. അപ്പൊ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പർവ്വതം തന്നെയാണ്. മുന്നോട്ട് പോകാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതായ സീനായ് പർവ്വതം, ഹോരേ പർവ്വതത്തിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് സീനായ് പർവ്വതം. ഇതിന് സീനായ് എന്നുള്ളത് മലയാണ്, അതേപോലെ തന്നെ താഴ്വരയാണ്, അല്ലെങ്കിൽ സമഭൂമിയാണ്. ഇത് രണ്ടും വരുന്നത്, അല്ലെങ്കിൽ ഒരു പെനുൻസുല എന്ന് പറഞ്ഞാൽ ഉപദ്വീപ് അല്ലെ, ഉപദ്വീപ് എന്നും ഇതിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചേരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീനായ് എന്ന് പറയുന്നത്. സീനായ് പർവ്വതം 18-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ് അല്ലെ. 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഹോരേബ്. അപ്പൊ ഹോരേബ് പർവ്വതവും സീനായ് എന്നുള്ളത്, നോക്കി ഞാൻ പറഞ്ഞത്, സീനായ് എന്നുള്ളത് ശരിക്കും ഒരു പെനുൻസുലയാണ്. അതെ, ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒന്നായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ശരിക്കും സീനായ് പർവ്വത നിരകൾ. ഈ കാണുന്നത് മുഴുവനും സീനായ് മരുഭൂമി എന്നും അതേപോലെ തന്നെ ഉപദ്വീപ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അതാണ് പെനുൻസുല എന്ന് പറയാൻ കാരണം. അപ്പോ ഉപദ്വീപ്. അപ്പോ ഈ ഉപദ്വീപില് ആണ് ദൈവം ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യുന്നത്? നടത്താനായിട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ വെച്ചാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ടതായ കൽപ്പനകൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പർവ്വതം എന്ന് പറയാൻ കാരണം അവിടെ വെച്ചാണ് ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിക്കുന്നത്. ഇതൊരിക്കലും പിന്നീട് നമുക്കറിയാം, ഇത് ദൈവത്തിന്റെ പർവ്വതമാണെങ്കിൽ എവിടെ വേണം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട്? ഇവിടെ പണിയണമായിരുന്നു അല്ലെ. പക്ഷെ അവിടെയാണോ പണിയുന്നത്? അല്ല, യെരുശലേമിലാണ് പണിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ട് അങ്ങനെ വിളിച്ചത്? അതിന്റെ കാരണം ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു എന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിനെ ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു പെരുൻസുലയാണ്, ത്രികോണാകൃതിയിലുള്ള ഒരു പ്രദേശമാണ് സീനായ് ഉപദ്വീപ്. ഈ കാണുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കിക്കേ, മുകളിൽ നോക്കിയാൽ കടല, ഇവിടെ കടല, ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ അതാണ് സൂയസ് കനാൽ അല്ലെ. അപ്പൊ അതും കടല, ഇപ്പുറത്തെ ഭാഗവും കടല. അപ്പൊ അതിന്റെ ഒക്കെ നടുക്ക് കിടക്കുന്ന ഈ സ്ഥലം, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉപദ്വീപ് എന്ന് വിളിക്കാൻ കാരണമാകുന്നത്.
ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു അത് ഉപദ്വീപ് മാത്രമല്ല, അതെന്താണ്, മരുഭൂമിയാണ്. അതിനെ മരുഭൂമി എന്നും വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗെരിസീം. നമ്മൾ നേരത്തെ പറഞ്ഞതായ എല്ലാ പർവ്വതങ്ങളും ഒന്നിച്ചിവിടെ ഉണ്ട്. കർമ്മേല്, ഗിൽബോവ നമ്മളിതിട്ട് പറഞ്ഞില്ല, എബ്ബാൽ, ഗെരിസീം, താബോർ, ഇതെല്ലാം ചേർന്നതായ ഒരു മാപ്പാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതില് ഈ പറഞ്ഞായ ഗെരിസീം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശമര്യക്കാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ശമര്യ സ്ത്രീയോട് യേശു കർത്താവ് സംസാരിച്ചപ്പോൾ ശമര്യ സ്ത്രീ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അതിന്റെ 20-ാമത്തെ വാക്യം. യോഹന്നാൻ 4:20. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ, ഏത് മലയിൽ? ഈ ഗെരിസീം മലയിൽ. 20-ഉം 21-ഉം കേട്ടോ. എന്നും നിങ്ങൾ പറയുന്നു അല്ലേ? അപ്പൊ അവര് പറയുന്ന കാര്യം എന്താ? സ്ത്രീ എന്താ പറയുന്നത്? ശമര്യക്കാർക്ക് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. അവര് പറയുന്നത് ഗെരിസീമാണ് ഞങ്ങളുടെ മല, ഞങ്ങൾ അവിടെ വെച്ചാണ് കർത്താവിനെ ആരാധിക്കുന്നത്. പക്ഷെ അവര് പറയുന്നത് അങ്ങനെയല്ല. യഹൂദന്മാർ പറയുന്നു യെരുശലേമിൽ വേണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത്, പിന്നെ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് കർത്താവ് പറയുന്നതായ കാര്യം. ഓക്കെ, മുന്നോട്ട് പോകാം. ശമര്യയിലുള്ളതാണ്. ശമര്യക്കാരുടെ ഫലമായിട്ടാണ് അത്. ഓക്കെ, നമ്മളിത് നേരത്തെ കണ്ടതാണ് അല്ലേ? ആവർത്തന പുസ്തകം 27-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ് അല്ലേ? മുന്നോട്ട് പോകാം. ഈ അലക്സാണ്ടറിന്റെ കാലത്ത് ഗെരിസീം മലയിലേക്ക് ശമര്യർക്ക് ഒരു ദേവാലയം പണിതു. ആരുടെ കാലത്ത്? അലക്സാണ്ടറിന്റെ കാലത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അവൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ആരാധിക്കുന്ന ഈ മലയിലാണെന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? കാരണം അലക്സാണ്ടറിന്റെ കാലത്ത് അങ്ങനെ ഒരു മല അവിടെ ഉണ്ടായിരുന്നു. മല മാത്രമല്ല, അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേവാലയം ഹസ്മോനിയൻ ഡൈനാസിറ്റിയിലുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം മക്കബീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? യൂദ മക്കബി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമുക്കറിയാം ഈ റോമൻ കത്തോലിക്ക ബൈബിളില് മക്കബി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതായത് അന്ത്യോക്കസ് 4-ാമൻ എപ്പിഫാനസ്, സിറിയയുടെ രാജാവായിരുന്ന അന്ത്യോക്കസ് 4-ാമൻ, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? യെരുശലേമിലെ ദേവാലയം പിടിക്കുകയും ദേവാലയത്തിൽ തന്റെ ദേവന്റെ, അതായത് സിയൂസ് എന്നതായ തന്റെ ദേവന്റെ ഒരു വിഗ്രഹം സ്ഥാപിക്കുകയും പന്നികളെ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മത്തത്യാസ് എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ. ആ മത്തത്യാസ് എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തെയും, രാജാവിനെയല്ല, അത് ചെയ്യാൻ വന്ന ആ രാജാവ് അയച്ച വ്യക്തിയെയും അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ബാക്കി എല്ലാവരെയും ഇദ്ദേഹം എന്ത് ചെയ്യും? കൊന്നുകളയും. എന്നിട്ട് മലയിലേക്ക് ഓടിപ്പോവുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് കാരണം ഈ സിറിയക്കാരോട് യുദ്ധം ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു കൂട്ടം ആൾക്കാര് ഒരുമിച്ച് കൂടും. ഈ മത്തത്യാസിന്റെ കീഴിലുള്ള, അല്ലെങ്കിൽ മത്തത്യാസിന്റെ സന്തതികളെ മുഴുവനും വിളിക്കുന്ന പേരാണ് ഹസ്മോനിയൻ. അവരുടെ ആൾക്കാർ മഹാപുരോഹിതന്മാരായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ കാണുന്നതായ ഈ ഗെരിസീമിലുണ്ടായിരുന്ന ദേവാലയം ഇടിച്ച് തകർത്ത് കളയും. അതിന്റെ കാരണം അവർ പറയാൻ പോകുന്നത്, ദേവാലയം എന്നുള്ളത് യെരുശലേമിൽ മാത്രമായിരിക്കണമെന്നും അവിടെ അവർക്ക് ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നും ഉറപ്പിച്ച് പറയാൻ പോകുന്നതാണ് ഈ പറഞ്ഞായ ജോൺ ഹിസ്കാനസ്. ഈ വ്യക്തിയാണ്, ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പഠിക്കും. അതായത് രണ്ട് നിയമങ്ങൾക്കും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കും. ആ സമയത്ത് ഇതിനെ ഒന്നും കൂടി വിശദമായിട്ട് അവർ പഠിപ്പിച്ചു തരും.
അപ്പൊ 128 BC വരെ, അതായത് ഏകദേശം 300 BC-യിലാണ് നമ്മുടെ അലക്സാണ്ടർ ഈ ദേവാലയം പണിയുന്നത്. എന്നാൽ ഏകദേശം 128 ഈ ദേവാലയത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. അത് കാരണമാണ് BC 300-കളിലാണ് അലക്സാണ്ടർ ഈ കാര്യം പണിയുന്നത്. 303 അദ്ദേഹം മരിക്കും. ഓക്കെ, അപ്പോൾ 128 BC-യിലാണ് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ശമരിയ സ്ത്രീ അത്ര കൃത്യമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തെ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു. അപ്പൊ അതിനെ വേർതിരിച്ച് കാണിക്കുന്നതിനെ മുഴുവനും ഖണ്ഡിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത് 2 മലയും അല്ല. പിന്നെ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുക. മുമ്പോട്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, യേശു കർത്താവിന്റെ കാലത്ത് ശമരിയർ ആ മലയിലാണ് നമസ്കരിച്ചിരുന്നത്. കാര്യം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എങ്കിലും ദൈവ ആരാധന അവിടെ തന്നെയാണ് അവര് അന്നും തുടർന്നുകൊണ്ട് ഇരുന്നത്. ഓക്കെ, ഇനി മുമ്പോട്ട് പോവാം. സിയോൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ പർവ്വതങ്ങളിലേക്ക് ഒന്നുകൂടി വരിക. യെരുശലേമിന് ചുറ്റും ഇഷ്ടംപോലെ മലകളുണ്ട്. യെരുശലേം എന്നുള്ളത് ഒറ്റ മലയല്ല, യെരുശലേമിന് ചുറ്റും മലകളുണ്ട്. ഇത് നോക്കിക്കുക, അതിന് ചുറ്റുമുള്ള മലകളുടെ ചില പേരുകൾ അവിടെ നമ്മൾ വായിക്കുന്നത്. ഒലിവ് മല, മോറിയ. ഇവിടെയാണ് മോറിയ മല. നമ്മൾ വേറൊരു മോറേ എന്ന് പറഞ്ഞൊരു മല കണ്ടു അല്ലെ? അതേപോലെ തന്നെ മോറിയ എന്നൊരു മലയും കൂടെ ഉണ്ട്. ഇത് ഒഫേൽ എന്നതായ മല. ഇനിയും അതിനടുത്ത് തന്നെയാണ് സിയോൻ മല. നോക്കി, അല്ല, ഈ സിയോൻ മലയാണ് നമ്മൾ പറഞ്ഞതായ യെരുശലേം ഉള്ളതായ സ്ഥലം. ഞാൻ പറഞ്ഞില്ലായിരുന്നു യെരുശലേമിലാണ് ഈ സിയോൻ എന്ന് പറഞ്ഞത്. ആ മലയാണ് ഇത്. ഇതൊക്കെ ഈ മലയ്ക്കുള്ള പ്രത്യേകത എന്താ? ഈ മലയ്ക്കുള്ള പ്രത്യേകത ഇതിനെയാണ് ദാവീദിന്റെ പട്ടണമായിട്ട് കണക്കാക്കാൻ തോന്നുന്നത്. ദാവീദിന്റെ സ്ഥലം. ദാവീദാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, യെബൂസ്യരുടെ കോട്ടയായിരുന്ന ഈ സിയോന് അദ്ദേഹം പിടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് യെരുശലേമിന്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. 2 താഴ്വരകളുടെ സമസ്ഥലവും ഇവിടെയാണ്. കിദ്രോൺ താഴ്വരയും തെറോപ്പേനിയൻ താഴ്വരയും ചേർന്ന് കിടക്കുന്നതായ ഒരു സ്ഥലം. ഇവിടെ തന്നെയാണ് കിദ്രോൻ എന്നതായ ഒരു താഴ്വരയും ഉള്ളത്. അപ്പോ ഈ സ്ഥലത്താണ് സിയോൻ പർവ്വതം ഉള്ളത്. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അല്ലെ? അത് ഏത് സിയോനാ? ഈ കാണുന്ന സിയോൻ പർവ്വതം. ഞാൻ പറഞ്ഞു അരാരത്തും പർവ്വതമാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറഞ്ഞു അല്ലെ? ബാക്കിയുള്ളതായ പർവ്വതങ്ങളുടെയൊക്കെ ഒരു വലിപ്പം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെബോ പർവ്വതം 2700 അടിയാണ് പൊക്കമുള്ളത്. സിയോൻ പർവ്വതമാണെങ്കിൽ 2540. എബ്ബാലാണെങ്കിൽ 3075. ഇനിയും സീനായ് പർവ്വതമാണെങ്കിൽ അത് സീനായ് പർവ്വതം അല്ലെങ്കിൽ ഹോരേ പർവ്വതം അതാണെങ്കിൽ 7000 അടി. ഹെർമോൺ ആണെങ്കിൽ 9000 അടി. ലെബനാൻ ആണെങ്കിൽ 10200. എന്നാൽ അരാരത്താവുമ്പോഴോ 17750. അപ്പോ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഉള്ളതായ ഈ പർവ്വതങ്ങളിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലാണ് അരാരത്ത് പർവ്വതം ആയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം കൊണ്ടുവന്നതായ ആ ജലപ്രളയം അവരെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മാത്രമല്ല, അതൊരു യൂണിവേഴ്സൽ ആയിട്ട് അല്ലെങ്കിൽ സാർവത്രികമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രളയമായിരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം ഈ മലയുടെ ഉയർച്ചയാണ്. ഈ മലയുടെ ഉയർച്ച വെച്ച് നോക്കുമ്പോൾ താഴത്തേക്കുള്ള, നമ്മൾ പറഞ്ഞു ഫലപുഷ്ടമായ ആ സ്ഥലത്തായിരുന്നു ആദ്യത്തെ ആൾക്കാരുടെ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം മുഴുവനും എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ അടിയിൽ തന്നെ പോകുമെന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതായ ആ കാര്യത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. ഓക്കെ, നമ്മളിവിടെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? സിയോൻ പർവ്വതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഇടയായത്.
നമ്മളിങ്ങനെ വായിക്കുന്നു 31-ാമത്തെ അധ്യായം, യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 2-ാം വാക്യം. അവർ വന്നു സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. അപ്പോൾ എവിടേക്ക് ഓടിവരുന്ന പറഞ്ഞേക്കുന്നത്? ഇവിടെ സിയോനിലേക്ക് ഓടിവരും അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സിയോൻ എന്നുള്ളത് ദൈവത്തിൻ്റെതായ ഒരു നഗരമായിട്ടും അതോടുകൂടെ തന്നെ ദൈവത്തിന്റെ ഒരു പർവ്വതമായിട്ടും അതിനെ കാണുന്നു. അതുകൊണ്ട് ഇവര് പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ തിരിച്ചു വരും എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറഞ്ഞല്ലോ, യെരുശലേം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലയം വെക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് പിന്നീട് ദാവീദ് എടുത്തു അല്ലെ? അങ്ങനെ ആയതുകൊണ്ട് ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ അവരെന്ത് ചെയ്യുന്നത്? അവർ കൂടി വരാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് കൂടി വരും എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ യെരുശലേമിലേക്ക് വരും, കർത്താവിന്റെ അടുക്കിലേക്ക് വരും എന്ന അർത്ഥത്തിലാണ് അത് നൽകിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, സക്കറിയാ പ്രവചനം പാപിയിലേക്ക് വരുന്ന കാര്യമാണ്. സക്കറിയാ പ്രവചനം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ, യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെ ആക്കും. ഇതാരെ കുറിച്ച് പറയുന്ന? ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്ന. അത് ഭാവിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയും നമ്മൾ വായിക്കുന്നത് സിയോനെ വെച്ചാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? അതിന്റെയും കാരണം ഇസ്രായേൽ ജനത്തെ മുഴുവനുമായിട്ട് കൂട്ടിവരുത്തുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. യെരുശലേമിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും എന്ന് പറയാനായിട്ട്, അതിൽ പ്രത്യേകിച്ച് സിയോൻ പർവ്വതത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും എന്ന ആശയത്തിലാണ് അവിടെയൊക്കെയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മോറിയ മല. ഈ മോറിയ മലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കറിയാം, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് ഈ മോറിയ മലയിലാണ്. ഇനി ഈ മോറിയ മലയിൽ തന്നെയാണ് ശലോമോൻ എന്ത് ചെയ്യുന്നത്? ശലോമോൻ ദേവാലയം പണിയുന്നത് ഈ മോറിയ മലയിലാണ്. അപ്പൊ മോറിയ മലയിൽ വെച്ചാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്? ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നത് മോറിയ മലയിൽ വെച്ച് തന്നെയാണ്. അതായത് യെരുശലേമിന് ചുറ്റുമുള്ള മലകളിൽ ഒന്നായ മോറിയ മലയിൽ തന്നെയാണ് ദേവാലയവും പണിയപ്പെടുന്നത്. ഏകദേശം 50 മൈലുകൾ ദൂരമാണ് അബ്രഹാം അന്ന് യാത്ര ചെയ്തത്. അബ്രഹാം അന്ന് ജീവിച്ചിരുന്ന സ്ഥലം ബേർഷേബയിലാണ്. ഈ സ്ഥലത്ത് നിന്ന് മോറിയ വരെ താൻ യാത്ര ചെയ്തത് നമ്മളോട് വായിച്ചത് 3 ദിവസത്തെ വഴിയാത്ര, അതായത് 80 കിലോമീറ്റർ. നമ്മൾ ഇന്നലെ പറഞ്ഞു 50 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പറ്റുന്നത് അല്ലേ? 50 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറയുന്നത് നിരപ്പായ സ്ഥലത്തേക്കൂടെ നടക്കുന്ന കാര്യമാണ്. ഇവർ നടന്നത് മുഴുവനും മലമുകളിലൂടെയാണ്. അതുകൊണ്ട് കടൽ ഇപ്പറയാ. കഴുതയുടെ പുറത്ത് സാധനങ്ങളല്ലേ വെക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. കഴുതകൾ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് കഴുതകൾ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും കഴുതകൾ ഉണ്ടായിരുന്നു. എന്നാലും അത് 3 ദിവസം എടുക്കും. കഴുത എന്തായാലും സ്പീഡിൽ പോവില്ല അല്ലെ? കഴുതയുടെ പുറത്ത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ, വിറകും ഒക്കെ ഉണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് അവരവിടെ എത്തിച്ചേക്കുന്നത് അല്ലെ? വെറും 50 മൈലുകളേ ഉള്ളൂ, അതായത് 80 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ 3 ദിവസം എടുത്തു എന്നാണ് അവിടെയും പറയുന്നത്. അപ്പൊ അതറിയാം, നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്നുള്ളതായ ഈ യാത്രയൊന്നും അത്ര എളുപ്പമുള്ള യാത്രയല്ല. കാരണം അവിടെയൊക്കെ മലകളും താഴ്വരകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇനി ഈ മോറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോറിയയിൽ തന്നെയാണ് ദേവാലയം പണിയാനായിട്ട് ശലോമോൻ കാര്യങ്ങൾ ഒരുക്കിയത്. ഇനി മുന്നോട്ട് പോട്ടെ. അടുത്ത മല ഒലിവ് മല. ഇന്ന് നേരത്തെ പറഞ്ഞായിരുന്നു ഒലിവ് മല അല്ലെ? മൗണ്ട് ഒഫേൽ, മൗണ്ട് സയൻ, ഇതിനോട് ചേർന്ന് വരുന്നതാണ് മൗണ്ട് ഒലിവറ്റ്. ഒലിവ് മലയും അതിനോട് ചേർന്ന് തന്നെ വരുന്ന ഒന്നാണ്. ഇതിനടുത്താണ് കിദ്രോൻ വാലി. കിദ്രോൻ തോടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അല്ലെ? കിദ്രോൻ തോട് അത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അതുണ്ടോ? ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ഒന്നും കൂടി വലിപ്പം കൂട്ടി കാണിക്കുന്നതാണ്. ഈ യെരുശലേം എന്നുള്ളത് 7 മലകളാൽ ചുറ്റപ്പെട്ടതാണ്. 7 മലകൾ നോക്കിക്കേ, 7 മലകളുണ്ട്. അതിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? യെരുശലേം പട്ടണം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പോട്ട് പോവാം. ദാവീദിനെ സംബന്ധിച്ചോളം പറഞ്ഞൊരു കാര്യം 2 ശമൂവേൽ 15-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം.
ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമുടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അല്ലേ? അപ്പോ മൂടി സോറി തെറ്റിപ്പോയി. തലമൂടിയും ചെരുപ്പിടാതെ കയറി ചെന്നു. അതേപോലെ തന്നെ തലമൂടി കരഞ്ഞും കൊണ്ട് മറ്റുള്ളവരും കയറി ചെന്നു. ഏത് മലയുടെ മേലെ? ഒലിവ് മലയുടെ മുകളിലേക്ക്. അല്ലെ? ഇനി നോക്കിയേ, ഇനി പഴയ നിയമത്തിൽ തന്നെ അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ പൂജാഗിരി എന്ന് പറഞ്ഞെന്താ? പൂജ ചെയ്യുന്ന ആളല്ല. ഇവിടെ ഗിരി എന്നുള്ളത് മലയെക്കുറിച്ചാണ്. മല. അപ്പൊ പൂജ ചെയ്യാൻ പറ്റുന്ന മല ഉണ്ടാക്കി വെച്ചു എന്നല്ല. ഇപ്പൊ ഷ്രൈൻ എന്ന് പറഞ്ഞില്ലേ, ഷ്രൈൻ ഉണ്ടാക്കി വെച്ച കാര്യമാണ് ഈ പറയുന്നത്. ആരുടെ കാര്യമാണ്? ശലോമോൻ. ദാവീദ് കയറി ഓടിച്ചെന്നതാ. പക്ഷെ ശലോമോൻ എന്ത് ചെയ്തു? അവിടെ ആലയം പണിതു. ആർക്ക് വേണ്ടിയിട്ടാണ്? അന്യദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് പണിത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് ഒലിവ് മലയിൽ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചില കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നത്. ഏത് കാര്യമാണ് ചോദിക്കുന്നത്? യെരൂശലേമിനെ കുറിച്ച്, അല്ലെ? ദേവാലയം കാണിച്ചു കൊടുത്തിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒലിവ് മലയിൽ വെച്ചാണ്. ഇനി അതേപോലെ തന്നെ മത്തായി സുവിശേഷം 24, 25 അധ്യായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒലിവ് മല പ്രഭാഷണങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അല്ലല്ല, ഗിരിപ്രഭാഷണം 5-ാം അധ്യായം, 5, 6, 7. ഇത് ഒലിവ് മലയിലുള്ള പ്രഭാഷണം വേറെയാണ്. 24, 25 അധ്യായങ്ങളാണ്. മത്തായി സുവിശേഷം 24, 25 അധ്യായങ്ങൾ. അതെ, ആ അധ്യായത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതും ഒലിവ് മലയിലാണ്. ഇനി നമുക്കറിയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തതും എവിടെന്നാണ്? ഒലിവ് മലയിലാണ്. എന്തെങ്കിലും വാക്യമുണ്ടോ? നമുക്കൊരു വാക്യം പെട്ടെന്ന് വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. പന്ത്രണ്ടാമത്തെ വാക്യം കൂടി. ഒലിവ് മല വിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് യേശുദാ സ്വർഗാരോഹണം ചെയ്ത്? ഒലിവ് മലയത്, അല്ലെ? വളരെ കൃത്യമാണ്. പിന്നെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഒലിവ് മലയോട് ചേർന്ന് തന്നെ, ഈ കാണുന്നതായ ഒലിവ് മലയോട് ചേർന്ന് തന്നെ ഉള്ള ഒരു കാര്യമാണ്. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് എന്തിനെ കുറിച്ചാ? യേശു ക്രിസ്തുവിനെ പിടിക്കുന്നതിന് മുമ്പുള്ളതായ കാര്യങ്ങളാണ്. അതും എവിടെ വെച്ച് സംഭവിക്കുന്നത്? നമുക്കറിയാം, യേശു കർത്താവ് ബദനിയിലായിരുന്നു. ബദനിയിൽ ആരാ ഉള്ളേ? ബദനിയില് ഓക്കെ, മലയാളം ബദാനിയാണോ? ബദനി അല്ലേ? ബദനി, ഇംഗ്ലീഷ്, മലയാളം അതെ ബദാനി അല്ലേ? ഓക്കെ, ബദാനി. ഇവിടെ എന്താ പ്രത്യേകതയുള്ള ബദാനിയ? ലാസറിന്റെ വീട് അല്ലേ? ബെത്ഫഗയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഒലിവ് മല. അത് കഴിഞ്ഞ് യേശു കർത്താവ് എന്ത് ചെയ്യണം? ഗെത്സമനെ തോട്ടത്തിലേക്ക് വരുന്നത്. ഈ തോട്ടത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നത്? അവർ പിടിക്കുന്നത്, അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചാ. അത് കഴിഞ്ഞ് കെദ്രോൻ അല്ല, അത് ഞാൻ നിർത്തി അവിടെ. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തി അവിടെ. ഒലിവ് മല അതോടെ കഴിഞ്ഞു. ഒലിവ് മലയിൽ വെച്ച് യേശു കർത്താവ് എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വരിക. അടുത്ത സ്ഥലം അതിന്റെ ഭാഗമാണ്, പക്ഷേ അതിലെ ഒരു കിദ്രോൻ വാലി ഉണ്ടല്ലേ, അല്ലെങ്കിൽ കെദ്രോൻ അല്ലെ മലയാളത്തിൽ കെദ്രോൻ തോട്. ആ തോട് പാസ് ചെയ്തു വേണം യേശു കർത്താവ് ഇപ്പുറത്തേക്ക് വരാനായിട്ട്. നമുക്ക് അടുത്ത ഭാഗം അത് കുറച്ചും കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞു. ഒലിവ് മല ഞാൻ നേരത്തെ പറഞ്ഞു. യേശു കർത്താവ് തിരിച്ചു വരുമ്പോൾ എവിടെ വരണം? ഒലിവ് മലയിൽ.
എന്താ തെളിവ്? ഞാൻ ഒരു തെളിവ് പറഞ്ഞു, പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വേറൊരു തെളിവ് സക്കറിയ പ്രവചനം 14-ാം അധ്യായം അതിലെ 4-ാമത്തെ വാക്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? അന്നാളിൽ അവന്റെ കാല് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ. നോക്കിക്കേ, യെരുശലേം അതിന് കിഴക്കുള്ള ഒലിവുമല. ഒലിവുമലയിൽ എന്ത് ചെയ്യും? നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അതിന്റെ അർത്ഥം എന്താ? അതിനർത്ഥം അവിടെ വലിയൊരു താഴ്വര ഉണ്ടാകും. അതാണ് കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതായ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഈ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് പതിഞ്ഞു കിട്ടിയാൽ മതി. ഓക്കെ, ഈ സൈഡ് നമുക്കറിയാം എന്താണ്. ഇവിടെ ഈ സൈഡ് എന്താ? സൃഷ്ടിയാണോ? മെഡിറ്ററേനിയൻ സീ, മഹാസമുദ്രം. ഓക്കെ, മഹാസമുദ്രം. ഇനി ഇതിന്റെ മുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഏട് വരാം. ഇവിടെ നമ്മൾ കാണുന്നത് ലെബാനോൻ മൗണ്ടെയിൻസ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആന്റി ലെബാനോൻ മൗണ്ടെയിൻസ് ആണ്. ആന്റി ലെബാനോൻ എന്ന് പറഞ്ഞാൽ ഇതിന് എതിരായിട്ട് നിൽക്കുന്നതായ പർവ്വതങ്ങൾ. അവിടെയാണ് നമുക്ക് ഏതുള്ളത്? ഹെർമോൻ ഉള്ളത്. അതിന്റെ കൂടെ നമുക്കറിയാം ഈ ഹെർമോനിൽ നിന്നാണ് എന്ത് വരുന്നത്? യോർദാൻ നദിയുടെ ഉത്ഭവം. അത് ഉത്ഭവിച്ച് കുല എന്നതായ താഴ്വരയിലേക്ക് വരുന്നു. അവിടെ നിന്ന് താഴേക്ക് വരുന്നു. അതിന് ചുറ്റുപാടുമുള്ള സ്ഥലമാണ് ബാഷാൻ. ബാഷാൻ എന്നുള്ളത് നമുക്കറിയാം, പൂച്ചന്മാര്, മറക്കണ്ട. താഴേക്ക് ഗലീല കടൽ അല്ലെ? ഗലീല കടലിൽ നിന്ന് താഴേക്ക് വീണ്ടും ഒഴുകുന്നു. എങ്ങോട്ട് പോകുന്നു? ഡെഡ് സീ, ചാവ് കടലിലേക്ക് പോകുന്നു. ഓക്കെ, അതിന് തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ അടുത്ത ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ദേണ്ട ഇവിടെ കണ്ടോ, വാലി ഓഫ് ജസ്രീൽ, എസ്രീൽ എന്നുള്ളതായ താഴ്വര. ആ താഴ്വരയിലാണ് എന്തുള്ളത്? മെഗിദോ ഉള്ളത്. അതിന് തൊട്ടു മുകളിലാണ് കർമേൽ ഉള്ളത്. കർമേൽ പർവ്വതം അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു, കർമേൽ പർവ്വതത്തിലാണ് എന്ത് ചെയ്തത്? ബാലിന് യാഗമർപ്പിക്കുന്നതായ കാര്യം മുഴുവനും നടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഓക്കെ, അടുത്തത് ഇനി അതിന് താഴെയുള്ള ഭാഗം, ഇവിടെയാണ് യോപ്പ. ഓക്കെ, ഇനിയും അതിന് താഴെ ആണ് നമ്മൾ പറഞ്ഞ ഡെഡ് സീ ഉള്ളത്. അതിന് തൊട്ടു മുകളിലാണ് എരിഹോ, അതിന് തൊട്ടു മുകളിലാണ് ഗിൽഗാല്, യെരുശലേം, ബെത്ലഹേം, ഹെബ്രോൻ. ഇനി ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതിന് കാരണമുണ്ട്. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ബേർഷേബ, ഈ സ്ഥലം വരെയാണ് ദൈവം അവർക്ക് അതിരായിട്ട് കൊടുത്തത്. ഇതിന് തൊട്ടിപ്പം നോക്കിക്കേ, മോവാബ്യരുണ്ട്, അമ്മോന്യരുണ്ട്. ഇതിന് മുകളിലുള്ള സ്ഥലം ദൈവം അവർക്ക് വീണ്ടും കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ ഒഫാൽ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ കാണിച്ചായിരുന്നു. അതും ഇതിന്റെ ഭാഗമാണ്. അല്ല, 7 ഉണ്ട്, ചുറ്റും 7 ഉണ്ട്. എല്ലാം പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും പേരൊന്നും പറയാതെ തന്നെ പോയത്. അതെ, പേര് ഉണ്ട്, പക്ഷെ നമ്മളത് പറയുന്നില്ല. ഓക്കെ ഓക്കെ, അടുത്തത് ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? മൗണ്ട് കറപ്ഷൻ. വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. 2 രാജാക്കന്മാർ 23-ാം അധ്യായം 13-ാമത്തെ വാക്യം. പർവ്വതത്തിന്റെ ഭാവമാണ് ഇത്, പർവ്വതത്തിന്റെ ഭാവം. ഇത് നോക്കിക്കേ, 23-ാം അധ്യായത്തിന്റെ 2 രാജാക്കന്മാർ 23-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വിളിച്ചിരിക്കുന്ന നാശപർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. നാശപർവ്വതം ഗീഹോൻ എന്ന് പറയുന്നതായ ഒരു അരുവിയുടെ അടുത്തുള്ള ഒന്നാണ് ഈ പറഞ്ഞായ മൗണ്ട് ഓഫ് കറപ്ഷൻ. ഇത് മോവാബിന്റെ സ്ഥലമാണ്. മോവാബിന്റെ സ്ഥലമാണ്. ആ സ്ഥലത്തുള്ളതാണ് ഈ മൗണ്ട് ഓഫ് കറപ്ഷൻ. ഇനി യെരുശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് ഇസ്രായേൽ രാജാവായ സലോമോൻ സീദോന്യരുടെ മ്ലേച്ഛ ബിംബമായ അസ്തോരത്തിനും മോവാബ്യരുടെ മ്ലേച്ഛ ബിംബമായ കെമേഷിനും അമോന്യരുടെ മ്ലേച്ഛ ബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗരികളെയും രാജാവ്
അശുദ്ധമാക്കി. പൂജാഗരികളാലും രാജാവ് അശുദ്ധമാക്കി. ഈ പറയുന്നതായ രാജാവ് ആരാ? രണ്ട് രാജാക്കന്മാർ 23 അല്ല, അതെല്ലാം കഴിഞ്ഞിട്ടാണ്. 2 രാജാക്കന്മാർ 23-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. അതിൽ 1-ാമത്തെ വാക്യം, അത് യോശിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യോശിയാവ് ചെയ്ത കാര്യമാണ് ഇത്. ഈ ഭാഗത്തുള്ള കാര്യത്തെ പോലും താൻ എന്ത് ചെയ്തു? ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. യോശിയാവ് ഭരിക്കുന്നത് ഈ കാണുന്നതായ സ്ഥലത്താണ്. ഇവിടെ താൻ ഇപ്പുറം വന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം തനിക്കില്ല. എങ്കിലും താൻ എന്താ ചെയ്യുന്നത്? താൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടെയുള്ള കാര്യങ്ങളെ പോലും വൃത്തിയാക്കാനായിട്ട് താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മൾ വായിക്കുന്ന യോശിയാവിനെ കുറിച്ച് തന്റെ 8-ാമത്തെ വയസ്സിൽ രാജാവാകുന്നു. 16-ാമത്തെ വയസ്സിൽ അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു. അവന്റെ 12-ാമത്തെ വയസ്സിൽ ദൈവത്തെ അന്വേഷിക്കുന്നു. 16-ാമത്തെ വയസ്സിൽ അവൻ പൂജാഗരികളെയൊക്കെ ഇല്ലാതെയാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉള്ള കാര്യം പോലും അവൻ എന്ത് ചെയ്തു? വൃത്തിയാക്കുന്നു. ഇത് യോശിയാവിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒഫേൽ, മൗണ്ട് ഒഫേൽ. നോക്കിക്കേ, സിയോന് അതിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഒഫേൽ എന്നുള്ളതായ പർവ്വതം. ഈ ഒഫേൽ എന്നതായ പർവ്വതത്തെ കുറിച്ച് 2 ദിനവൃത്താന്തം 33:14 നമ്മൾ വായിക്കുന്നു. ഇത് പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രാധാന്യം മുഴുവനും യെരുശലേമിനോടുള്ള ബന്ധത്തിലാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. അച്ഛാ നേരത്തെ ചോദിച്ചില്ലേ 7 വേണ്ടേ? മൗണ്ട് സ്കോപ്പസ്, മൗണ്ട് ഒലിവറ്റ്, മൗണ്ട് സയൻ, ന്യൂ മൗണ്ട് സയൻ, മൗണ്ട് ഒഫേൽ. 1, 2, 3, 4, 5, ഇതൊന്ന് 6, ഒരെണ്ണം കൂടെ ഉണ്ട്. അനാറ്റോയം, അത് ഫോർട്രസ് ഇല്ല, അതിനെ ഇല്ല. അത് അവിടെയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഇതാണ് യെരുശലേമിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഇനി അടുത്തത്, യേശു കർത്താവ് മറുരൂപപ്പെട്ടത്, അല്ലെ, രൂപാന്തരംപ്പെട്ട ഒരു സ്ഥലം. അതേതാ? മറുരൂപം മല എന്നൊക്കെ നമ്മൾ പറയുന്ന മല. അതേതാ? 2 ഓപ്ഷനാ പറയുന്നത്. 2 ഓപ്ഷനുണ്ട്. ഒന്ന് മൗണ്ട് താബോർ എന്നതായ സ്ഥലം, മറ്റൊന്ന് മൗണ്ട് ഹെർമോൻ. കാരണം യേശു കർത്താവ് ഈ പറഞ്ഞായ സിസേരിയയിലേക്ക് പോയിട്ടുണ്ട്. കൈസേരിയ, അല്ലെ? കൈസേരിയ ഫിലിപ്പയില് യേശു കർത്താവ് പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടെ വെച്ചായിരിക്കണം ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇപ്പൊ നമ്മള് ഇല്ല, ഞാൻ പറഞ്ഞില്ല ഏതാ പൗണ്ട് പറഞ്ഞില്ല. സാധാരണ പാരമ്പര്യ വിശ്വാസ പ്രകാരം ഇതെവിടെയാണ്? പാരമ്പര്യപ്രകാരം അത് പറയുന്നത് താബോർ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഇടയിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നത് അതിനേക്കാളും അപ്പുറമുള്ള, ഇത് കണ്ടോ, 89-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന താബോരും ഹെർമോണും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ അത് ശരിക്കും ഈ 2 മലകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏത് മലയായിരിക്കണം യേശു കർത്താവ് രൂപാന്തരപ്പെട്ടത് എന്നത് ഇന്ന് ഒരു വലിയ ചോദ്യമായിട്ടിരിക്കുക. ഒരു മലയിലല്ല രൂപാന്തരപ്പെട്ടത്. ഞാൻ പറഞ്ഞത് മോശനും അതെ, മോശയും ഏലിയാവും തമ്മിൽ വന്ന് സംസാരിക്കുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. സ്വർഗാരോഹണം ചെയ്തതല്ല, രൂപാന്തരപ്പെട്ടതായ കാര്യം. അവരുടെ മുൻപിൽ വെച്ച് തനിക്ക് തന്റെ ദേഹം മുഴുവനും മാറുന്നതായ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നത് ഉയർന്ന മല ആയതുകൊണ്ട് ആ മല ഹെർമോൻ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഇന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. എന്താണ്? സെർമൺ ഓൺ ദ മൗണ്ട്, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ. അത് നടന്നത് എവിടെയാ? അത് നടന്നത് ഗലീലയ്ക്ക് അടുത്തുള്ളതായ ഒരു പർവ്വതത്തിലാണ്. ഗലീലയ്ക്ക് ചുറ്റുമുള്ളതായ ഒരു പർവ്വതത്തിന്റെ അടുത്ത് തന്നെയാണ്. ഇന്നും അതിന്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം, ഗലീലയ്ക്ക് ചുറ്റുമുള്ള ഏതോ ഒരു സ്ഥലത്താണ് യേശു കർത്താവ് എന്ത് ചെയ്തത്?
അത് ചെയ്തത് എന്ന് മാത്രമേ പറയുന്നു. കൃത്യമായിട്ട് അതിന്റെ സ്ഥലം പറയാൻ നമുക്ക് കഴിയത്തില്ല. ഓക്കെ, നമുക്കറിയാം അല്ലേ? യേശു എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ കാരണം, യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിനുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇത് പറയണമെങ്കിൽ എവിടെ വേണം യേശു നടക്കാനായിട്ട്? ഇതിന് ചുറ്റും തന്നെ വേണം നടക്കാനായിട്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഭാഗത്തേക്കില്ല, ഈ ഭാഗം തന്നെ ആയിരിക്കണം യേശു ചുറ്റി സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മലയിലാണ് യേശു എന്ത് ചെയ്തത്? തന്റെ ഗിരിപ്രഭാഷണം നടത്തിയത്. അത്രയും മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഇത് ഓടിച്ചു വിടുകയാണ്. ഞാൻ അബ്രഹാമിന്റെ യാത്രയിലേക്ക് വരിക. ഓക്കെ, അബ്രഹാമിനെ ദൈവം എവിടെ നിന്നാണ് വിളിച്ചത്? ഇനി നമുക്ക് ഈ മാപ്പ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിൽ വെക്കണം. ഇത് നമുക്ക് ആവശ്യമാണ്. ഇവിടെ എന്താണുള്ളത്? മെഡിറ്ററേനിയൻ അല്ലെ, മഹാസമുദ്രം. ഇവിടെ എന്താ ഉള്ളത്? മുകളിലുള്ളത് മുകളിൽ ഇവിടുന്ന് ഒഴുകി വരുന്നത് അല്ല. ഈ കാണുന്നതായ നദി ഏതായിരിക്കണം? ടൈഗ്രീസ്. മേലെ ടൈഗ്രീസ്. അതിന്റെ തൊട്ടടുത്തുള്ള നദി ഏതാ? യൂഫ്രട്ടസ്. ഇപ്പൊ രണ്ട് നദികൾ നേരത്തെ പറഞ്ഞു അല്ലെ. ടൈഗ്രീസ് എന്നുള്ളത് നിനവയുടെ ഭാഗമായിട്ട് വരുന്നു, യൂഫ്രട്ടസ് എന്നുള്ളത് ബാബിലോണിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇനി ഈ രണ്ട് സ്ഥലങ്ങളുടെ ഇടയിലുള്ള സ്ഥലമാണ്, ഇവിടെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൽദയരുടെ ദേശം എന്ന് വിളിക്കുന്നത്. അതില് ഊർ എന്നതായ ദേശത്ത് നിന്നാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്? അബ്രഹാം വരുന്നത്. ഓക്കെ, ഇനി അബ്രഹാമിന്റെ യാത്ര നമുക്കറിയാം. ആദ്യം അബ്രഹാം എവിടെയായിരുന്നു? ഊറിലായിരുന്നു. ഊരിന്റെ പ്രത്യേകത എന്താ? വിഗ്രഹം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. എന്താ തെളിവ്? എന്താ? യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം വായിച്ചാൽ മതി, അവിടെ ഉണ്ട്, അതിന് തെളിവുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഇനിയും അവരെയൊക്കെ കുറിച്ച് പറയുന്നത് നദിക്കക്കരെ എന്നാ പറയുന്നത്. ഏത് നദിക്കക്കരെയാ? നദിക്കക്കരെ എന്നുള്ളത് ഈ കാണുന്ന നദിക്കക്കരെയാ. ഏത് നദിയാ? ഇവിടെയുള്ള നദി ഏതാ? യോർദാൻ നദിക്കക്കരെ എന്നുള്ള ആശയത്തിലാണ് അവർ പറയുന്നത്. ഓക്കെ, നദിക്കക്കരെ ആരെയാണ് അവര് സേവിച്ചുകൊണ്ടിരുന്നത്? ബാബിലോണിലുള്ള ദേവന്മാരെയാണ് സേവിച്ചത്. ഇനി അവിടെ നിന്ന് ദൈവം അവരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇവിടേക്കാ കൊണ്ടുവരുന്നത്. ഇതെവിടെയാ? ഹാരാനിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? അബ്രഹാമിന്റെ പിതാവായ തേരഹ് മരിക്കുന്നു, അല്ലെ? തേരഹ് മരിച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പോകണം. എന്നിട്ട് ദൈവം എന്ത് പറയുന്നു? നിന്നെ ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് നേരെ വരുന്ന സ്ഥലമാണ് ശേക്കേം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ശേക്കേമിനെ കുറിച്ച്, അല്ലെ? ശേക്കേമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? താഴേക്കും മുകളിലേക്കും ഒക്കെ നോക്കിയിട്ട് സ്ഥലമൊക്കെ വീക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ശേക്കേമിൽ വെച്ച് അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഈ സ്ഥലം മുഴുവനും തരാം. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് താൻ പോകുന്ന എങ്ങോട്ടാ? മിസ്രൈമിലേക്കാ, അല്ലെ? 12-ാമത്തെ അധ്യായം നമുക്കറിയാം ശേക്കേമിലെത്തി. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ മിസ്രൈമിലേക്ക് പോവുക. മിസ്രൈമില് അവർക്ക് അവിടെ എന്ത് പറ്റിയ? കനാലിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ മിസ്രൈമിലേക്ക് പോകും. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കനാലിലെ ക്ഷാമം അടുത്തടുത്ത് ഉണ്ടാകാൻ കാരണം എന്തായിരിക്കണം? ഇവിടെ എന്തെങ്കിലും അവർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരത്തിനുള്ള എന്തെങ്കിലും വഴി വേണമെങ്കിൽ എന്തു വേണം? വെള്ളം വേണം. വെള്ളം എങ്ങനെ വേണം? എപ്പോഴും നമുക്ക് യോർദാനിൽ നിന്ന് ഹെർമോണിൽ നിന്നുള്ള വെള്ളം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ എന്താ വഴിയുള്ളത്? ഇനി ഹെർമോൺ അല്ലാതെ തന്നെയല്ല, നമുക്കറിയാം ഈ പറഞ്ഞതായ യോർദാൻ എന്നുള്ളത് വലിയൊരു കുഴിയാ, അല്ലെ? ആ കുഴിയിൽ നിന്ന് ആർക്കും വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വെള്ളത്തിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മഞ്ഞ് വരും. പിന്നെ മഞ്ഞില്ലെങ്കിൽ മഴ പെയ്യണം. ഈ മലാക്കി പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്ന എന്തിനാ? ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? സ്വർഗം തുറക്കും. എന്നിട്ട് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കും. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവിടെ എന്ത് അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്? മഴയെ കുറിച്ചാണ്, അല്ലെ?
എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇവരുടെ ജീവിതം എന്നുള്ളത് മഴയെ ആശ്രയിച്ച് ഉള്ള ജീവിതമാണ്. മഴയില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ അവർക്ക് ജീവിതം ഇല്ല. അതുകൊണ്ടാണ് അടിക്കടി നമ്മൾ ഇവിടെ ഇവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കനാനിൽ ക്ഷാമമുണ്ടായി. അവരെന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി, അല്ലെ? കനാനിൽ ക്ഷാമമുണ്ടായി, അവരെന്ത് ചെയ്തു? അവര് മോവാബിലേക്ക് പോയി. കനാലിൽ ക്ഷാമമുണ്ടായി, അവർ വേറൊരു ദേശത്തേക്ക് പോയി. ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അബ്രഹാമിനെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവന്റെ കൂടെ വേറൊരാളും കൂടെ വന്നു, അല്ലേ? ആരായിരുന്നു? സാറ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് തിരിച്ചു പോയപ്പോഴോ? അല്ലെ, ഇവിടെ വന്നിട്ട് തിരിച്ചു പോയപ്പോ ലോത്ത് ഇവിടെ നിന്ന് പിരിയ. എവിടെ നിന്ന്? ശേഖേമിൽ നിന്ന് ലോത്ത് പിരിയും. ലോത്ത് എന്ത് ചെയ്യും? ലോത്ത് പറയുന്നേണ്ട ഈ കാണുന്ന സ്ഥലം, ഇവിടെ കാണുന്ന സ്ഥലം, അത് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എവിടെയാ? സോതോം, അല്ലെ? സോതോം ഗോമോറയിലേക്ക്. ഇവിടെ നിന്ന് അവൻ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ശേഖേമിൽ നിന്ന് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ മുന്നോട്ട് പോകാം. അബ്രഹാം നേരെ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ കൂടെ ഒരാളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ആരായിരുന്നു? ഒരു സ്ത്രീയെ, ഹാഗാർ, അല്ലെ? അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ കാരണം തന്നെ ഈ മിസ്രൈമായിരുന്നു, അല്ലെ? ഇനിയും അത് കഴിഞ്ഞിട്ട് താൻ തിരിച്ചു വരുന്നത് എവിടേക്കാ? ഹെബ്രോനിൽ. അത് കഴിഞ്ഞിട്ട് അതായത് താൻ തന്നെ ദൈവം പറഞ്ഞതായ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. വാക്യം റെഫറൻസ് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോ, കുഴപ്പമില്ല. ഒന്നാമത്തേത് 11-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം. രണ്ടാമത്തേതിന്റെ വാക്യം 12-ന്റെ-1. മൂന്നാമത്തെ വാക്യം, അതെ, അവസാനത്തെ വാക്യം. ഇനി 12-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോര വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അബ്രഹാം അവിടെ നിന്ന് വീണ്ടും പോകുന്നു, ബെഥേലിലേക്ക് പോകുന്നു. ബെഥേൽ. ഇനി 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ മിസ്രൈമിൽ എത്തുന്നു. 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. മിസ്രൈമിലേക്ക് വരുന്നു. ഇനിയും മിസ്രൈമിൽ നിന്ന് അവൻ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. ഇവിടെയായിരുന്നു പിന്നീട് എന്ത് ചെയ്തത്? ഇദ്ദേഹം ജീവിച്ചത്. ഞാൻ ഒന്ന് ഓടിച്ചു പോകാം. ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച് മരിച്ചു. ആര്? സാറ. ഹെബ്രോൻ എന്ന മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം. അപ്പൊ ഇത് എവിടെയാ? ഈ സ്ഥലം എവിടെയാ? മക്പേലൊക്കെ എവിടെയാ? മക്പേല എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? ഹെബ്രോനിലാണ്. ഓക്കെ. അവസാനമായിട്ട് അവൻ വന്ന് താമസിച്ച സ്ഥലം ഹെബ്രോനാണ്. ആ ഹെബ്രോനിൽ വെച്ചാണ് ആര് മരിക്കുന്നത്? സാറ മരിക്കുന്നത്. സാറയെ അടക്കം ചെയ്യുന്നതും അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അതായത് മമ്ര എന്ന് പറഞ്ഞ സ്ഥലം, മക്പേല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഈ പറയുന്നതായ ഹെബ്രോന്റെ ഭാഗം തന്നെയാണ്. യെരുശലേമിന് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലം, യഹൂദയുടെ. ഓക്കെ. ഇനി അടുത്തത് ഇവിടെയാണ് നമുക്ക് കുറച്ച് ഒന്ന് പറയാനായിട്ട് ഉള്ളത്, അല്ലെ? എവിടെ നമുക്ക് ഈ പറയുന്നതായ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര ചെയ്തതിനെ കുറിച്ച് എവിടെ വായിക്കാൻ പറ്റും? സംഖ്യാപുസ്തകം അതിന്റെ 33-ാമത്തെ അധ്യായം വായിച്ചാൽ അതിന്റെ മുഴുവൻ പട്ടികയും നമുക്ക് കിട്ടും. എവിടെ നിന്ന് അവർ ആരംഭിച്ചു, എവിടെ വന്ന് നിൽക്കുന്നു, അതായത് മോവാബ് സമഭൂമിയിൽ വന്ന് നിൽക്കുന്നത് വരെ കുറിച്ചുള്ള കാര്യം 33-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞു, കാദേശ് ബർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറഞ്ഞിട്ടല്ല, ആദ്യം ജനം പറഞ്ഞു, ദൈവം പിന്നെ സമ്മതിച്ചു. അങ്ങനെ ദൈവം സമ്മതിച്ചിട്ട് ഇവിടെ നിന്നാണ് 12 പേര് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെയുള്ള സ്ഥലം മുഴുവനും കണ്ടിട്ട് തിരിച്ചു വരുന്നത്. അതായത് 12 കൊച്ചുകാരെ വിട്ട സംഭവം മുഴുവൻ നടക്കുന്നത് കാദേശ് ബർണിയ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഞാൻ എന്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അധികം പറയാത്തത് എന്നുള്ള കാര്യം പറയാം.
അതിന്റെ കാരണം അബ്രഹാമിന്റെ യാത്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബേർഷേബയെ കുറിച്ച് പറഞ്ഞത് അല്ലേ? ബേർഷേബ നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ വലിയ കാര്യമായിട്ട് ചിന്തിക്കാനായിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം മുഴുവൻ നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ്. പിന്നെ അവസാനത്തെ അധ്യായങ്ങളിൽ മാത്രം അവരെന്ത് ചെയ്യും? ഇവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്ക് വരും. ഗോഷൻ എന്നതായ സ്ഥലത്തേക്ക് വരും. ഗോഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഗോഷൻ അവരെ തിരഞ്ഞെടുത്തത്? പെട്ടെന്നൊന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 1 വാക്യം. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 1 വാക്യം. ഗോഷൻ ദേശത്ത് ഇരിക്കുന്നു എന്ന്. എന്തുകൊണ്ട് ഗോഷൻ ദേശം അവരെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഗോഷൻ ദേശം അവർ തിരഞ്ഞെടുത്തത്? നമുക്കൊന്നും കൂടി വായിക്കാം. അതിന് തൊട്ട് മുൻപുള്ള അധ്യായം, അതിന്റെ 34 വാക്യം. പിതാക്കന്മാരും ആകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഗോഷനിൽ പാർക്കാൻ സംഗതിയാകും. ഇതാര് പറഞ്ഞു കൊടുത്ത ഐഡിയ? യോസേഫ് പറഞ്ഞു കൊടുത്ത ഐഡിയ അല്ലെ? യോസേഫ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം. എങ്ങനെ പറയണം? ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ ഇടയന്മാരാണ്, ഗോപാലന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഗോഷൻ ദേശം തരണം. എന്തിനാ ഈ ഗോഷൻ ദേശം മേടിക്കുന്നത്? ഓക്കെ, ഇതിന് മുൻപ് കണ്ടതായ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഭാഗത്ത് നല്ല പച്ചപ്പാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അവർ ഗോഷൻ ദേശം ചോദിച്ചത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് ആരെ ഇഷ്ടമല്ല? ഇടയന്മാരെ ഇഷ്ടമല്ല. ദൈവം എങ്ങനെയാണ് മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തെ അവരെ ഒരു മാലിന്യവും കലരാതെ നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വഴി കൊണ്ടാണ്. എന്താ വഴി? അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവരാരും അവരെ കല്യാണം കഴിക്കത്തില്ല. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് ദൈവം എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ജനത്തെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, മുന്നോട്ട് പോവുക. നമുക്ക് അതിനെ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേൽ ജനം എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്? നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12 അധ്യായം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ ജനം എല്ലാവരും എവിടെയാണ്? ഇപ്പോ ഗോഷൻ ദേശത്താണ്. അവിടെ നിന്ന് അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞായ രാംസീസിലേക്ക് വരും. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12 അധ്യായം അതിന് 37 വാക്യം നമുക്കൊന്ന് വായിക്കാം. കാൽനടയായി രാമേസിൽ നിന്ന്. അപ്പൊ എവിടെന്നാ തുടങ്ങുന്നത്? രാമേസിസ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്നതാണ് ഗോഷൻ. പക്ഷെ ഇവിടത്തെ ഒരു സ്ഥലമായ രാംസീസിൽ നിന്ന് അവർ യാത്ര ആരംഭിക്കുന്നു. അടുത്ത് വരുന്ന സ്ഥലമാണ് സുക്കോത്ത് അല്ലെ? സുക്കോത്ത് കഴിഞ്ഞ അടുത്ത് വരുന്ന സ്ഥലം 14 അധ്യായം 1 വാക്യം. മിദ്ഗോദിൽ. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ചെങ്കടലിന്റെ അതിർത്തിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനുശേഷം സംഭവിക്കുന്ന കാര്യം ഇവിടെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അവിടെ യാത്ര ചെയ്യാൻ പറ്റുന്ന, ദൈവത്തിന് അവരെ കടത്തിവിടാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അതിലൂടെ തന്നെ ദൈവം അവരെ നടത്തി എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ? അത് കഴിഞ്ഞ് അവർ വരുന്ന അടുത്ത സ്ഥലമാണ് മാറ. മാറയിൽ എന്താ സംഭവിച്ചേ? വെള്ളമില്ലായിരുന്നു, വെള്ളമുണ്ടായിരുന്നു, ആ വെള്ളം കയ്പായിരുന്നു. പിന്നെ അത് മധുരമാക്കി മാറ്റുന്നു. എലീമില് ഉണ്ടായിരുന്ന പ്രത്യേകത നീരുറവുകൾ ഉണ്ടായിരുന്നു, പന ഉണ്ടായിരുന്നു അല്ലെ? ഈന്തപ്പന ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് അവർ പിന്നെ യാത്ര ചെയ്യുന്നത് ഈ പറഞ്ഞായ സീൻ മരുഭൂമിയിലാണ്. സീൻ മരുഭൂമി. ഓക്കെ, 17 അധ്യായം തൊട്ട് വായിക്കുന്നുണ്ട്. സീൻ മരുഭൂമിയിൽ നിന്ന് അതിനുശേഷം റഫദീമിലേക്ക് വരുന്നു.
ഇതാണ് കലഹജലം എന്നറിയപ്പെടുന്ന ആ സ്ഥലം. കലഹജലം എന്ന് പറഞ്ഞാൽ, അതായത് മോശയോട് ദൈവം എന്ത് പറയുന്നു? വെള്ളത്തിന് വേണ്ടി ഇവർ പറയുകയും അടിച്ച് വെള്ളം കൊണ്ടുവരികയും ചെയ്യുന്ന, പാറയെ അടിച്ച് വെള്ളം കൊണ്ടുവരുന്നില്ലേ, ആ സ്ഥലം ഇതാണ്. അവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇവർ പിറുപിറുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ കലഹജലം എന്നാണ് വിളിക്കാനായിട്ട് ഇടയായത്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ഹോരേബിലേക്ക് വരുന്നു. ഹോരേബ് നമുക്കറിയാം, അവിടെ വെച്ചാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ന്യായപ്രമാണം കൊടുക്കുന്നത്. ഞാൻ ഇത്രയും കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇവിടെ നിന്ന് അവർ വരുന്നത് നോക്കിയേ, ഇവരിവിടെയാണ്, ഇത് കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവര് ശരിക്കും പറഞ്ഞാൽ ആ ട്രയാങ്കിള് മുഴുവനും യാത്ര ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്നത്, അല്ലെ? ഇവിടം തൊട്ട് ശരിക്കും ആ ട്രയാങ്കിൾ ഫുൾ ചെയ്തിട്ടാണ് അവര് യാത്ര ചെയ്തത്. ഇനിയും ഒരു കാര്യം കൂടി, ഇസ്രായേൽ ജനത്തിന് ഇത്രയൊന്നും നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെറും 11 ദിവസം കൊണ്ട് കനാൻ ദേശത്തേക്ക് അവർക്ക് എത്താനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്നറിയാമോ? ഇതിലൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ കൊണ്ടുപോകാമായിരുന്നു ദൈവത്തിന്. നമ്മൾ അത് പറയുന്നത് വേ ഓഫ് ദ സീ എന്ന പറയുന്നത് ഇതിന്. അതായത് കടലിനടുത്തൂടെ ഉള്ള വഴിയാണത്. ആ വഴിയിലൂടെ ദൈവത്തിന് അവരെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ദൈവം അവരെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ടോ കൊണ്ടുപോകാഞ്ഞേ? ദൈവത്തിന് അവരെ നടന്ന് കാണുന്നത് സുഖം, അതുകൊണ്ടായിരിക്കും അല്ലെ? അല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കണം? അതേ ഞാൻ ചോദിച്ചത്. ദൈവത്തിന് നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് കാണുന്നത് എനിക്ക് സന്തോഷം, അങ്ങനെയാണോ? അല്ല. എന്തിനു വേണ്ടിയുള്ള പരിശീലനം? ഓക്കെ, അതിന്റെ കൂടെ ഇവരാരും യുദ്ധം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേടിച്ചു. ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു? മിസ്രൈമിലായിരുന്നു, അല്ലെ? മിസ്രൈമിൽ ആരായിരുന്നു ഇവര്? അടിമകളായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ അതിൽ കൂടെ വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കനാന്യരെ തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദൈവം എന്താ ചെയ്യുന്നത്? അവർക്ക് യുദ്ധം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു, അല്ലെ? അവരെ പഠിപ്പിച്ചു കൊടുത്തു. യുദ്ധം എന്താണ്, എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട്, നോക്കിക്കേ, ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയില്ല. ഇവിടെ അവരെ 38 വർഷം ഇതിനെ നടത്തിയിട്ട് ഇതിലൂടെ കൊണ്ടുവന്ന് ഈ സൈഡിലേക്ക് എത്തിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുന്നതായ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, കാദേശ് ബർണിയ. കാദേശ് ബർണിയയിൽ വെച്ച് ഒറ്റുകാരെ പറഞ്ഞു വിട്ടിട്ട് ഒറ്റുകാര് തിരിച്ചു വന്നു കൊടുത്തതായ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള 38 വർഷക്കാലം ദൈവം അവരെ നടത്തുന്നത്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ 38 40 വർഷം അവർ നടന്നിട്ടും അവരെ കുറിച്ച് പറഞ്ഞതായ കാര്യം ഇങ്ങനെയാ, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. ഞാൻ വിചാരിക്കുക 1 കിലോമീറ്റർ നടന്ന് വേണ്ട, ഒരു 5 കിലോമീറ്റർ വേണ്ട, നമ്മൾ ഇന്നലെ എത്ര പറഞ്ഞ 50 കിലോമീറ്റർ അല്ലേ? ഒരു ദിവസം 50 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാലെങ്ങനെ ഇരിക്കും? ചെരുപ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാലെങ്ങനെ ഇരിക്കും? നീര് കയറും, അല്ലേ? 40 വർഷം നടന്നിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ദൈവം അവരെ അവിടെ നടന്നു. വസ്ത്രം പോലും ഒന്നും പറ്റിയില്ല, അല്ലേ? എന്നിട്ട് എന്തെങ്കിലും മതിയായിരുന്നോ? എന്നിട്ട് പറയുന്നു നമ്മളെക്കാളും കഷ്ടമല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോവുക. ഞാൻ ആയിരുന്നു നമ്മൾ 2 കാര്യം വായിക്കുന്നുണ്ട്, അല്ലേ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണും. എന്തുകൊണ്ടാണ് ദൈവം കൊടുത്തത്? ശരിക്കും പറഞ്ഞാൽ അന്ന് GPS ഇല്ലാത്തതുകൊണ്ട് GPS ആയിട്ട് പ്രവർത്തിച്ച ഒരു കാര്യമാണ് ഈ മേഘസ്തംഭവും അഗ്നിതൂണും, അല്ലേ? 2 കാര്യങ്ങളാണ് ദൈവം ചെയ്തത്. ഒന്ന്, അവരെ സംരക്ഷിച്ചു. അവർക്ക് തണുപ്പത്ത് വേണ്ടതായ ചൂട് കിട്ടാനുള്ള കാര്യം ദൈവം രാത്രി കൊടുത്തു, അല്ലേ? പകല് ചൂടുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ളതായ മേഘസ്തംഭം ദൈവം കൊടുത്തു. അത് പ്രൊട്ടക്ഷനാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ GPS ആയിരുന്നു.
GPS എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുന്നത് അതിന്? പൊസിഷനിങ് സിസ്റ്റം അല്ലേ? പക്ഷെ അതൊന്ന് മാറ്റി പറയണം, ഗോഡ് പൊസിഷനിങ് സിസ്റ്റമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചോളം അത് ദൈവമായിരുന്നു. ദൈവം പറഞ്ഞു നിങ്ങൾ അവിടെ നിന്നോളാൻ, ദൈവം പറഞ്ഞു യാത്ര ചെയ്തോളാൻ. അപ്പൊ ദൈവമായിരുന്നു അവരുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ചത്. അപ്പൊ അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല. ഓക്കെ, അപ്പൊ ശരിക്കും ഇതിലെ യാത്ര ചെയ്ത് ഇങ്ങനെ തിരിച്ചു വന്ന് ഇതിലെ മുഴുവനും കറങ്ങി. ഈ ഒരു കറക്കം മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വെറും 2 വർഷം കൊണ്ട് ഇവിടെ വരെ എത്തി, ഇവിടെ വരെ, ഈ 12ാമത്തെ സ്ഥലം വരെ. പക്ഷെ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് 38 വർഷം. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ, ഇവർക്ക് അറിയില്ലായിരുന്നു സ്ഥലം, അവർക്ക് അറിയില്ല അല്ലെ? എങ്ങോട്ട് പോകുന്നത് ഇവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും കനാൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നേരത്തെ ഓടി എത്തിയാനായിരുന്നു. പക്ഷെ കനാനിലേക്ക് പോകാത്തത് കൊണ്ട് ഇവരെ ഈ സ്ഥലം മുഴുവനും ചുറ്റിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? അവിടെ കൊണ്ടുപോയത്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പെട്ടെന്ന് അവർക്ക് ചെല്ലാനായിട്ട് കഴിയും. വെറും 11 ഇതിനെ പിടിക്കുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, ഫെലിസ്ത്യരുടെ ദേശത്തുകൂടെയുള്ള വഴി. ഏതാ ഫെലിസ്ത്യരുടെ ദേശത്തുകൂടെയുള്ള വഴി? അതാ ഞാൻ പറഞ്ഞത്, വേ ഓഫ് ദ സീ. ഈ ഭാഗത്തുള്ള വഴി, അതിലെ പോകാമായിരുന്നു, എളുപ്പത്തിലെത്തിയേനെ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് ആ 40 വർഷം ഉപയോഗിച്ചു. മുന്നോട്ട് പോവുക. ഞാൻ ആ പറഞ്ഞതായ കാര്യം, ആ സ്ഥലം ഇത് കാണാമോ? ഇത്രയും സ്ഥലത്തിനാണ് 40 വർഷം അവര് എടുത്തത്, 38 വർഷം അവര് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മള് മോവാബ് സമഭൂമിയിൽ മോശ എന്ത് ചെയ്തു? അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. മോശ നമ്മൾ പറഞ്ഞു നെബോ പർവ്വതത്തിൽ കയറി അല്ലെ? സ്ഥലമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് യോശുവേനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. യോശുവേനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം യോശുവയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം അവർ പോകുന്ന സ്ഥലമാണ് ഏബൽ ശിത്തീം എന്നതായ സ്ഥലം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടെ വെച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നതിന് ശേഷം ദൈവം അവരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? യോർദാന് കടന്നു പോകാനായിട്ട് യോർദാൻ അക്കരയ്ക്ക് വിടുകയാണ് അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു, ഇതിന് മുകളിലുള്ള സ്ഥലം ദൈവം ആർക്ക് കൊടുത്തു? ആർക്കാ കൊടുത്തേ? 2 ഗോത്രം. ആരൊക്കെയായിരുന്നു? ബെന്യാമീൻ അപ്പഴ, മനശ്ശയുടെ പാതി ഗോത്രം, പിന്നെ ഗാദും അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, രൂപേ. അപ്പൊ 9 ഗോത്രം അപ്പുറം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. നെബോയിൽ നിന്ന് അവർ യാത്ര ചെയ്ത് ചിത്തീം എന്നതായ സ്ഥലത്തേക്ക് വരുന്നു. അവിടെ നിന്നാണ് എരിഹോവിലേക്ക് അവർ വരേണ്ടത്. പക്ഷെ എരിഹോവിലേക്ക് വരണമെങ്കിൽ അവർക്ക് എന്തുണ്ട്? യോർദാൻ നദി കടക്കണം. യോർദാൻ നദി കടക്കാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? എരിഹോവിലേക്ക് വരാൻ കഴിയത്തില്ല. പക്ഷെ യോർദാൻ ആ സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്, കര കവിഞ്ഞ് ഒഴുകും. കാരണം എന്താ? മഞ്ഞുരുകിയാണ് വെള്ളം വരുന്നത്. എന്തായാലും അത് നിറഞ്ഞു തന്നെ കിടക്കും. ഇനി ഇത് തമ്മിൽ എന്തുകൊണ്ടാണ് ഇവർ ഏബൽ ശിത്തീമിൽ വരികയും തൊട്ടടുത്തുള്ള എരിഹോവിനെ തന്നെ പിടിക്കാനായിട്ട് കാരണമായത്? അതിനും ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഞാൻ പറഞ്ഞു ഇത് സമമരുഭൂമിയാണെന്ന് പറഞ്ഞു അല്ലെ? സമഭൂമിയാണെന്ന് പറഞ്ഞു, പ്ലെയിൻസാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോവാബിയൻ പ്ലെയിൻസും അതുപോലെ തന്നെ എരിഹോവും ഇത്രയും സ്ഥലം ശരിക്കും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ വഴി മാത്രമേ യഥാർത്ഥത്തിൽ യാത്രയ്ക്ക് ആവശ്യമുള്ള വഴിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കെങ്കിലും ഒന്ന് യാത്ര ചെയ്ത് ഇപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ, യോർദാൻ അപ്പുറം കിടക്കണമെങ്കിൽ അവർ ഉപയോഗിച്ച വഴിയാണ് ഈ കാണുന്ന വഴി. ആ വഴിയിലൂടെ ദൈവം അവരെ കൊണ്ടുപോകുന്നത് വെള്ളം നന്നായി പൊങ്ങിക്കിടക്കുന്ന സമയത്താണ് എന്ന് മാത്രം. ദൈവം അവരെ അപ്പുറം കിടത്തുന്നു. ഏറ്റവും ആദ്യം എരിഹോ പിടിച്ചടക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എരിഹോ സമഭൂമിയിൽ തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇന്നലെ കാണിച്ചു എന്ന് ഞാൻ ഓർക്കുന്നു അല്ലേ? യെരുശലേമിൽ നിന്ന് എരിഹോ ഓർമ്മയുണ്ടല്ലോ അല്ലേ?
എത്ര അടിയാ താഴെ? 720 അടി സമുദ്ര നിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലമാണ് ഏത്? എരിഹോ. അപ്പോ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ഏബൽ സിറ്റി. ഇത് രണ്ടും സമഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഇത് ഏറ്റവും ആവശ്യമാണ്. ഇസ്രായേലിനെ പിടിക്കണമെങ്കിൽ, ഇസ്രായേൽ ദേശം പിടിക്കണമെങ്കിൽ, കനാൻ ദേശം പിടിക്കണമെങ്കിൽ എരിഹോ ഇല്ലാതെ ഒരു സ്ഥലത്തേക്കും കയറി ചെല്ലാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം എരിഹോ പിടിക്കാൻ ദൈവം അവരെ അനുവദിച്ചത്. പറഞ്ഞു മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട് പോകാം. നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ സഞ്ചാരം നമുക്കറിയാം. അവർ ആ ദേശം മുഴുവനും പിടിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. വളരെ പെട്ടെന്ന് അവർക്ക് ദൈവം കൊടുത്തതായ സിറ്റീസ് ഓഫ് റിഫ്യൂജ്, സങ്കേത നഗരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാനായിട്ട് ആഗ്രഹിക്കാം. ഇത് 6 എണ്ണമാണ് അവർക്ക് കൊടുത്തതായ സങ്കേത നഗരങ്ങൾ. ഏതൊക്കെയാണ്? കാദേശ്, ഗോലാൻ, രാമോത്ത് ഗിലെയാദ്, ബേസർ, ഹെബ്രോൺ, ഷേക്കേം. ഈ നദി ഇത് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് 3 ഇവിടെയാണ് അല്ലെ? യോർദാന് ഇപ്പുറത്താണ്. ബാക്കിയുള്ള 3 യോർദാൻ അപ്പുറമാണ്. ഗോലാൻ എന്നുള്ളത് ഈ ഭാഗത്തേക്കായിട്ട് വരുന്നത്. അതേപോലെ തന്നെ രാമോത്ത് ഗിലെയാദ് ഇതിലാണ്. അതേപോലെ തന്നെ ബേസർ അത് രൂബേന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഹെബ്രോൻ അത് യഹൂദയുടെയാണ്. എഫ്രൈമിലാ ഷേക്കേം വരുന്നത്. ഇനി അതേപോലെ തന്നെ നഫ്താലി ഭാഗത്താണ് കാദേശ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് സങ്കേത നഗരങ്ങളായിട്ട് ദൈവം അവർക്ക് കൊടുത്തത്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇപ്പൊ പഠിച്ചു തീർക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്, അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മുഴുവനും പഠിച്ചത്. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ആക്ച്വലി ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ദൈവത്തോട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഞാൻ ഇന്നലെ പറഞ്ഞോ അതോ ഞാൻ വേറെ എവിടെയും പറഞ്ഞാണോ അറിയത്തില്ല. ദൈവം ശലോമോന്റെ സമയത്തിന് ശേഷം രാജ്യം എന്ത് ചെയ്തു? 2 ആക്കി അല്ലെ? അത് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ? രാജ്യം 2 ആയിട്ട് വിഭജിച്ചു. അതിനെ ഒന്നിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂദ എന്നും മറ്റതിനെ ഇസ്രായേൽ എന്നും വിളിക്കുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാനം ഏതാണ്? ഏറ്റവും ആദ്യത്തെ തലസ്ഥാനം തലസ്ഥാനം ഷേക്കേം. പിന്നീട് അത് ശമരിയായിട്ട് മാറി. അതേപോലെ തന്നെ യഹൂദയുടെ ഏറ്റവും ആദ്യത്തെ തലസ്ഥാനം ഹെബ്രോൻ ആയിരുന്നു. എന്നാൽ ദാവീദ് അത് എന്ത് ചെയ്യുന്നു? യെരൂശലേം പിടിച്ചടക്കുകയും യെരൂശലേം തന്റെ സ്വാധീനത്തിൽ കൊണ്ടുവരികയും അതിന്റെ തലസ്ഥാനമാക്കുകയും ചെയ്യും. അത് യെരൂശലേം തന്റെ തലസ്ഥാനമാക്കി തീർത്തത് കൊണ്ട് യഹൂദ എന്ത് ചെയ്തു? അത് തന്നെ തലസ്ഥാനമായിട്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഇനി ഇസ്രായേലിൽ നമ്മൾ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില സ്ഥലങ്ങൾ. ഈ കാണുന്നതാണ് ദാൻ. എന്തിനാണ് ദാനിനെ ഞാൻ പറയാം. ദാൻ ഇവിടെയാണ്. അടുത്തത് ഇതാണ് ആയ്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ബദേലിലും ദാനിലും ആയും എന്തെങ്കിലും പ്രത്യേകത? യോശുവയുടെ സമയത്ത് പിടിച്ചെടുക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽപ്പെട്ടതാണ് രണ്ടും അല്ലേ? ഓക്കെ, ഇനിയും അതിന്റെ കൂടെ പറഞ്ഞില്ല, ഈ ദാന് അവരുടെ അതിർത്തിയാണ്. മുകളിൽ കാണുന്ന ദാനാണ് അവരുടെ അതിർത്തി. ഇതിന് തൊട്ടു മുകളിലുള്ളവരാണ് ഫൊയ്നീഷ്യക്കാര്. ഇതിന് തൊട്ടു മുകളിലാണ് സിറിയക്കാർ വരുന്നത്. അതിന് തൊട്ടു മുകളിലാണ് അരാമ്യരുള്ളത്. അതിന് തൊട്ടു മുകളിലാണ് ഹിറ്റൈറ്റ്സ് ഉള്ളത്. ഹിത്യർ എന്ന് പറയുന്നത്.
അതിന് ഇപ്പറയായിട്ടാണ് അസീറിയക്കാരും അതിന് താഴെയായിട്ടാണ് ബാബിലോണിയരും ഉള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് ആരുള്ളത്? പേർഷ്യക്കാരുള്ളത്. ഞാനിപ്പോ ഏകദേശം പഴയ നിയമത്തിലുള്ള ചരിത്രം മുഴുവനും ഒന്ന് ഓടിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ പല സന്ദർഭങ്ങളിലായിട്ട് വലപ്പിച്ച ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ആരൊക്കെ ഉണ്ടായിരുന്നു? ഫോനീഷ്യക്കാരുണ്ടായിരുന്നു, അതിന് തൊട്ടുമുകളിൽ സിറിയക്കാരുണ്ടായിരുന്നു, അതിന് തൊട്ടുമുകളിൽ ആരുണ്ടായിരുന്നു? അരാമ്യരുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിറിയ ദമാസ്കസ് ഒക്കെ വരുന്നു. അതിന് തൊട്ടപ്പുറമായിട്ട് അസീറിയുണ്ട്, ഹിത്യരുണ്ട്, അതിന്റെ കൂടെ അസീര്യരുണ്ട്, ബാബിലോണിയരുണ്ട്, പേർഷ്യക്കാരുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് വേറെ കുറച്ചുകൂടി ആൾക്കാരുണ്ട്. നമുക്ക് അത്രയും മതി. ഇത്രയും കൂട്ടരും ഇസ്രായേൽ ജനത്തിനെ പീഡിപ്പിച്ചതായ ആൾക്കാരാണ്. ഈ കാണുന്നതായ വടക്കേ രാജ്യം എന്നുള്ളത് ഏതൊക്കെ വരും? അല്ല, വടക്കേ രാജ്യം, ഇസ്രായേലിന്റെ വടക്കേ രാജ്യം, ഇവിടം തൊട്ടുള്ളത് ഇത്രയും ഭാഗം 10 ഗോത്രങ്ങള്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 10 ഗോത്രങ്ങള്. അതെല്ലാം വരുന്ന ഗോത്രങ്ങളാണ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അതിന്റെ കൂടെ തന്നെ വേറൊരെണ്ണമുണ്ട്. എന്താണ്? ഇവിടെ വേറെ ഒന്നുമുണ്ട്, അല്ലെ? യഹൂദ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? തെക്കേ രാജ്യം. വടക്കേ രാജ്യം, തെക്കേ രാജ്യം. വടക്കെന്നുള്ളത് മുകളിലുള്ളത് ഇസ്രായേൽ, തെക്കേ രാജ്യം യഹൂദ. ഇനി നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ എന്നുള്ള പദം അധികം കാണില്ല. നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ശമരിയ. നമ്മൾ കാണാൻ പോകുന്നത് യെരുശലേം, യഹൂദ, എഫ്രൈം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എഫ്രൈം നീ എന്റെ വത്സലപുത്രൻ. അതെവിടെയാണ് പറഞ്ഞേക്കുന്നത്? യെശയ്യാ പ്രവാചക പുസ്തകങ്ങളിലൊക്കെയും എഫ്രൈം എന്നുള്ള പദം കാണും, യഹൂദ എന്ന പദം കാണും, യെരുശലേം എന്ന പദം കാണും. അതുപോലെ തന്നെ എന്ത് കാണും? ശമരിയ എന്ന പദം കാണും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം പ്രവാചക പുസ്തകങ്ങൾ മുഴുവനും എഴുതപ്പെട്ടിരിക്കുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും ഇസ്രായേലിനെ വിഭജിച്ചതിന് ശേഷമുള്ള സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ, യഹൂദ. ഏറ്റവും ആദ്യത്തെ രാജാവ് ശൗല്, അല്ലെ? ശൗൽ എന്താ ചെയ്തത്? 12 ഗോത്രത്തെയും ഒരുമിച്ചാണ് ഭരിച്ചത്. പക്ഷെ അതിനുശേഷം ശൗല്, ദാവീദ്, ശലോമോൻ, ഇവർ 3 കഴിഞ്ഞതിന് ശേഷം 2ആയിട്ട് വിഭജിച്ചു. എന്തുകൊണ്ട് അങ്ങനെ പറ്റിയത്? ശലോമോൻ ചെയ്തതായ പാപത്തിന്റെ കാരണം കൊണ്ടാണ് ചെയ്തത്. ഇപ്പൊ ദൈവം പറഞ്ഞു 10 ഒരാൾക്ക് കൊടുത്തു, അതായത് യൊരോബെയാമിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നീ ഇതിന്റെ അധിപനായിരിക്കും. അങ്ങനെ യൊരോബെയാമാണ് ഏറ്റവും ആദ്യം വടക്ക് ഭാഗത്തുള്ള രാജ്യത്തിന്റെ രാജാവായിട്ട് തീരുന്നത്. ആരാ ഈ യൊരോബെയാം? യൊരോബെയാമും രഹോബെയാമും രണ്ടുപേരും ശലോമോനായിട്ട് ബന്ധമുള്ളവരാണ്. ഇത് മോനാണ്, ശലോമോന്റെ മോനാണ് രഹോബെയാം. എന്നാൽ ശലോമോന്റെ ദാസനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരനായിരുന്നു യൊരോബെയാം. പക്ഷെ അവസാനം വന്നപ്പോ യൊരോബെയാമിന് കൂടുതലും രഹോബെയാമിന് 2 ഗോത്രങ്ങളായിട്ട്. ഇനി മുമ്പോട്ട് പോയാൽ നമ്മൾ ഇവരെ കുറിച്ച് പിന്നീട് ഒന്നും വായിക്കുന്നില്ല. അതിനർത്ഥം അവരില്ലാതെയായെന്ന് അർത്ഥമല്ല, അവരൊക്കെ തിരിച്ചു വന്നായിരുന്നു. അവരുടെ സ്ഥലങ്ങളിൽ തന്നെ അവർ പറഞ്ഞു. അതിന് തെളിവ് എസ്രയുടെ പുസ്തകം വായിച്ചാൽ മതി. അവര് യാഗപീഠം പണിയുമ്പോൾ 12 ഗോത്രങ്ങൾക്കും ചേർത്താണ് യാഗപീഠം പണിയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ യഹൂദയ്ക്കാണ് പ്രാധാന്യം ഉള്ളത്. എന്തിനു ശേഷം? ഈ പറയുന്നതായ കാര്യങ്ങൾക്ക് ശേഷം ഇവരെ ദൈവം എന്ത് ചെയ്യുന്നു? 2 പ്രവാസത്തിലേക്ക് അയക്കുന്നു. ഞാൻ അടുത്തേക്ക് വരിക. 2 പ്രവാസത്തിലേക്ക് ദൈവം അവരെ അയക്കുന്നു. വടക്കേ രാജ്യം എങ്ങോട്ട് പോകും? വടക്കേ രാജ്യത്തിൽ 19 രാജാക്കന്മാരുണ്ടായിരുന്നു.
ആ രാജാക്കന്മാർ ആരും തന്നെ നല്ലവരല്ലായിരുന്നു. എല്ലാ രാജാക്കന്മാരും ഒരുപോലെ ദൈവത്തിന് അനിഷ്ടമായി ഉള്ളത് ചെയ്തു. നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തെന്ന് നോക്കിക്കേ, അവരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ കൊണ്ടുപോകാൻ പോകുന്നത് അസീറിയയിലേക്കാണ്, നിനവയിലേക്കാണ്. ഈ അസീറിയക്കാര് അവര് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെല്ലാം എടുത്തുകൊണ്ട് പോകും. ഈ ഒരു ആരോ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? പലതായിട്ട് അവർ കൊണ്ടുപോയ ആൾക്കാരെ എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലായിട്ട് അവരെന്ത് ചെയ്തു? ചിതറിപ്പിച്ചു. ഇനി അത് മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അവർ ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നതാണ് പിന്നീട് ശമരിയക്കാർ എന്ന ഒരു വിഭാഗം. ഓക്കെ, ആരാണത്? അത് ശരിക്കും അസീരിയൻ പ്രവാസ കാലത്ത് അസീരിയ രാജാക്കന്മാര് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പാർപ്പിച്ച ആൾക്കാരായിരുന്നു ശമര്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാര് ശമര്യരുമായിട്ട് യാതൊരുവിധമായ ബന്ധത്തിനും തയ്യാറാകാതിരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു കർത്താവ് യാത്ര ചെയ്തപ്പോൾ, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് യാത്ര ചെയ്തതായ കാര്യം പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ ശമര്യയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു എന്ന് വായിക്കുന്നത്, അല്ലേ? He wanted to go through Samaria. അവൻ അങ്ങനെ പോകേണ്ടിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? ഒരിക്കലും യഹൂദന്മാര് നേരെ പോകത്തില്ല, അവര് വളഞ്ഞേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയപ്പെടുന്നത്. ഓക്കെ, അത് പെട്ടെന്ന് പറയാം. ഞാൻ അസീരിയക്കാരുടെ കാര്യം പറഞ്ഞത്. ഇനി അടുത്തത്, ഇത് സംഭവിച്ചത് 722 BC. ഇത് നിങ്ങൾ പിന്നീട് ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കും. എന്നാൽ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം വേഗം പറഞ്ഞു പോകുന്ന. അടുത്തത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. നമ്മളിപ്പോ ആദ്യം പറഞ്ഞു വടക്കേ രാജ്യം അവര് തെറ്റായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു. ദൈവം അവരെന്ത് ചെയ്തു? അസീറിയയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഒരു തെക്കേ രാജ്യമുണ്ട്, അല്ലേ? യഹൂദ. ദൈവം പിന്നെയും പറഞ്ഞു യഹൂദയോട്, നിന്റെ സഹോദരിയെ പോലെ ആകരുത്. യെശയ്യാവിലൂടെ പറഞ്ഞു, ഇരമ്യാവിലൂടെ പറഞ്ഞു, എഗസ്കേലിലൂടെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഒറ്റ കാര്യം, നിന്റെ സഹോദരിയെ പോലെ, സഹോദരിയായ വടക്കേ ദേശത്തെ പോലെ നീ ആകരുത്, നീ മാറണം. മാറിയോ? മാറിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെയും കൊണ്ടുപോയി ബാബിലോണിയ പ്രവാസത്തിലേക്ക്. അല്ല, രഹോബെയാം. ശൗൽ എന്നുള്ളത്, ഞാൻ ഒന്ന് പുറകോട്ട് വരാം. ശൗൽ എന്നുള്ളത് ഇത് രണ്ടിന്റെയും രാജാവാണ്. ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ദാവീദും ഒരുമിച്ച ഭരിച്ചത്, ശലോമോനും ഒരുമിച്ച ഭരിച്ചത്. അതെ, ശലോമോൻ മുഖാന്തരമാണ് ദേശം രണ്ടായിട്ട് വിഭജിക്കപ്പെടാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ഒന്നും യഹൂദ എന്നും വരുന്നത്. യഹൂദയിൽ ഭരിക്കുന്നത് മുഴുവനും ശലോമോന്റെ മക്കളും അതിന് ശേഷമുള്ളവർ. ഇവിടെ ഭരിക്കുന്നത് പല ആൾക്കാരായിരിക്കും ഭരിക്കുന്നത്. അവിടെ ശലോമോന്റെ മക്കളാണ് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ ഭരിക്കുന്നത്. യെരോബെയാം, ഞാൻ പറഞ്ഞല്ലോ, യെരോബെയാം പോലും ശലോമോന്റെ ദാസനാണ്, പുത്രനല്ല. അതെ, സ്പ്ലിറ്റാണ്. അതായത് 931 BC ഇത് സംഭവിക്കുന്നത്. നിലവിൽ ഇതൊന്നുമില്ല. നിലവിൽ അവർക്ക് ആകെ ഒരു ചെറിയൊരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവർക്കില്ല. അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോയി, നഷ്ടപ്പെട്ടു. എന്തോ അതിന് തന്നെ എല്ലാവരും ജീവിക്കുന്നത്. അവരുടെ പഴയ അവർക്ക് കിട്ടിയതായ ആ ഒരു സ്ഥലത്തൊന്നും അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കാരണം പകുതി സ്ഥലം യോർദാന്റെ കയ്യിലാണ്, പിന്നെ മേലെ കുറെ സ്ഥലങ്ങള് ലെബാനോന്റെ കയ്യിലാണ്. അതുപോലെ പലരുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. അവർക്ക് അങ്ങനെ അവകാശം പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ എത്തിയിരിക്കുന്നു. അത് അവർക്ക് ഒരു രാഷ്ട്രമായി തീരാനായിട്ട് മാത്രം കൊടുത്ത ഒരു സ്ഥലമായിരുന്നു ആദ്യം. പിന്നീട് യുദ്ധത്തിനോടുള്ള ബന്ധത്തിൽ അവർക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഞാനിവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചു, അല്ലേ? 6 അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഉണ്ടാവില്ല. ഇത് നമുക്കൊന്ന് അടിത്തറ കിട്ടുക എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലേ? എന്തായാലും നമുക്ക് ഈ 4 ക്ലാസ് കൊണ്ട്
ബൈബിൾ ഭൂമിശാസ്ത്രം മുഴുവൻ പഠിക്കുക എന്നുള്ള കാര്യം നടക്കത്തില്ല. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു കാര്യം നമുക്ക് കിട്ടി. നമുക്കറിയാം ഏതൊക്കെ മലകളുണ്ടായിരുന്നു, എവിടെയൊക്കെയാണ്, ഏകദേശം എവിടെയൊക്കെയാണ്, അതുപോലെ തന്നെ എവിടെയാണ് ഈ പറയുന്നതായ മിസ്രൈം എവിടെയാണ്, ഈ പറയുന്നതായ ബാബിലോൺ എവിടെയാണ്, അസീര എവിടെയാണ്, ഹിത്യർ എവിടെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു യെരുശലേമും യെരിഹോവും തമ്മിലുള്ളതായ താഴ്ച എത്ര വലുതാണ്, ഇതൊക്കെ നമുക്കൊന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഇതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ ചേർത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് കിട്ടുക. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്, ജെയ്സൺ സാം.